അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്ത വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സലഫി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഏറെ ദിവസമായി മനസ്സിൽ വളരെ പ്രയാസമുണ്ടാക്കിയ ചില വാക്കുകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായിട്ടുള്ള തൗഫീഖ് ബിൻ റഫീഖിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. വന്ന ദിവസം തന്നെ പ്രതികരിക്കണം എന്നുദ്ദേശിച്ചിരുന്നുവെങ്കിലും സത്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് മനസ്താപമുണ്ടാകുമെന്നും അതിരുകവിഞ്ഞ് സംസാരിച്ചു പോയ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുമെന്നും ആത്മാർത്ഥമായും ഞാൻ ആഗ്രഹിച്ചു. നല്ലൊരു പിതാവിൻ്റെ നല്ലൊരു മകൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്ന് അത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വിഷയത്തെക്കുറിച്ച് ഏറെ ഈ വോയിസ് എത്തുന്ന ആളുകൾക്കൊക്കെ ധാരണയുണ്ടാകും. സലഫികളായ ആളുകൾ ശാഖാപരമായ വിഷയങ്ങളുടെ പേരിൽ പരസ്പരം സലഫിയത്തിൽ നിന്ന് പുറത്താക്കുന്ന, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന നീചമായ ഒരു പ്രവർത്തനമാണ് ഇത്തരം ചെറുപ്പക്കാരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സാജിദ് ബിൻ ഷരീഫിനെ പോലുള്ള ആളുകൾ ആസൂത്രിതമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ എതിരാളി ബഹുമാന്യനായ സക്കരിയ സ്വലാഹി റഹിമഹുള്ളയായിരുന്നു. വലിയൊരു പോരാട്ടം തന്നെ ഈ ദമ്മാജികൾക്കെതിരെ സാജിദിന്റെ നേതൃത്വത്തിലുള്ള വളരെ മോശമായ ഈ സലഫിയത്തിൽ നിന്ന് പുറത്താക്കുന്ന അഖീദയിലും മൻഹജിലും പിഴവ് പ്രഖ്യാപിക്കുന്ന ആ ഒരു സ്വഭാവ സംസ്കാരങ്ങൾക്കെതിരെ സക്കരിയ സ്വലാഹി റഹിമഹുള്ള നല്ലൊരു പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. അവരെ കുറിച്ച് ദമ്മാജിസത്തിന്റെ തനിനിറം തുറന്നു കാണിച്ചുകൊണ്ട് MSS ഓഡിറ്റോറിയത്തിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി സ്വലാഹി അന്ന് എടുത്തു പറഞ്ഞത് നമ്മളൊക്കെ നേരിട്ട് കേട്ടതാണ്. അവർ സലഫികൾക്കുമേൽ അഖീദയിലും മൻഹജിലും പിഴവ് ആരോപിക്കും. അവർ സലഫി അല്ല എന്ന് പറയും, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ് എന്ന് പറയും. ഇതാണ് ദമ്മാജികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി സക്കരിയ സ്വലാഹി റഹിമഹുള്ള അന്ന് MSS ഓഡിറ്റോറിയത്തിലെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഈ ഒരു ഫിത്തന, ദമ്മാജിസം എന്നൊരു ഫിത്തന കേരളത്തിൽ വളരാൻ നമ്മൾ അനുവദിക്കില്ലെന്നും എന്തു വില കൊടുത്തും അതിനെ നേരിടുമെന്നും സാജിദിനോട് വെല്ലുവിളിയോടെന്ന രൂപത്തിൽ തന്നെ സക്കരിയ സ്വലാഹി റഹിമഹുള്ള പൊതു സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സാജിദ് വിഷയമൊന്ന് മാറ്റിപ്പിടിച്ചു. അയാളുടെ ആ നീക്കങ്ങൾ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വലാഹിയോട് അനുഭാവം കാണിക്കാനും അടുപ്പം കാണിക്കാനും തന്റെ ആ അതിവാദങ്ങളിൽ നിന്നൊക്കെ താൻ പിന്മാറി എന്ന് വരുത്താനുമൊക്കെ സാജിദ് ശ്രമിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ വെച്ച് ചില തന്ത്രപരമായ ചില കൂടിക്കാഴ്ചകളുടെ സക്കരിയ സ്വലാഹി റഹിമഹുള്ളയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ ആ രീതിയൊക്കെ വിട്ട് ഞാൻ കുറച്ചുകൂടിയൊക്കെ വിശാലത കാണിച്ച് സലഫിയത്തിന്റെ ഒരു തനതായ രീതിയിലുള്ള ദഅവത്തിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മളതും ന്യായമാണ് എന്ന് കരുതി അതുകൊണ്ട് തന്നെ ഇണക്കത്തോടുകൂടി മുന്നോട്ടു പോകണം എന്ന ഒരു നിലപാടിൽ സ്വാഭാവികമായിട്ട് നമ്മളും കടന്നു വന്നു. ഒരുപാട് പ്രയാസങ്ങൾ സ്വലാഹിക്കെതിരെയും സ്വലാഹിയുമായി സംഘടനയിൽ നിന്ന് വേറിട്ട് ശരിയായ സലഫി ദഅവത്തുമായി മുന്നോട്ടു പോകുന്ന കൂട്ടായ്മക്കെതിരെയും വലിയ ഫിത്തനകളും വലിയ ആരോപണങ്ങളും, കളവ് പറയുന്നവൻ എന്നാണ് സ്വലാഹി അവർ വിളിച്ചത്. കൂനു മാ സ്വാദിഖീൻ എന്നാണ് അവരെന്ന് വിളിച്ചു പറഞ്ഞത്. വേറൊരുത്തൻ ഇത്തഖില്ലാഹ യാ സ്വലാഹി, സ്വലാഹി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക എന്നാ പറഞ്ഞത്. സ്വലാഹി നിങ്ങൾ സൂക്ഷിക്കണം. ഈ പറഞ്ഞ സ്വലാഹിയുടെ പേരിൽ നുണ ആരോപിച്ചവരും സ്വലാഹിയോട് റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആളുകളുമൊക്കെ അവർ പിന്നീട് സ്വലാഹിയുടെ ഏതാണ്ട് അവസാന കാലങ്ങളിൽ ഇങ്ങോട്ട് അതിലൊക്കെ മനസ്താപം നടത്തി. യഥാർത്ഥത്തിൽ പരസ്യമായിട്ട് അവരതിൽ കുറ്റമേറ്റു പറയുകയോ അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തുകയോ ചെയ്തു നമ്മൾ കേട്ടിട്ടില്ല. ഇനി വ്യക്തിപരമായി അവർ സംഭാഷണം നടത്തിയിട്ടുണ്ടോ ഇല്ലേ നമുക്കതറിഞ്ഞുകൂടാ. പക്ഷെ പരസ്യമായി ആക്ഷേപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിരുത്തുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യമായി തന്നെ അവർ അത് ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ സ്വലാഹിയോടും മുന്നിൽ വെച്ചിട്ടുമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട്ടുള്ള ഷറഫുദ്ദീന്റെ ഷോപ്പിൽ വെച്ച് വളരെ വിശദമായി സ്വലാഹിയും അന്നത്തെ മുതിർന്ന ദാഴിമാരും, അതേപോലെ ഷറഫുണ്ടായിരുന്നു, അതുപോലെ തന്നെ കബീർ സ്വലാഹി ഉണ്ടായിരുന്നു, അത്തരം ആളുകളുടെയൊക്കെ ഒരു വലിയ സാന്നിധ്യത്തിൽ ഈ സാജിദ് ഉണ്ടാക്കിയ ഫിത്തനയും ദമ്മാജിസത്തിന്റെ സ്വാധീനവും അത് നമ്മുടെ ദഅവത്തിനെ ഏതു പ്രകാരത്തിലാണ് അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മുടെ നിഷ്കളങ്കരായ ദാഴിമാരെയും പ്രവർത്തകരെയും ഒക്കെ പിന്നീട് പിൻസീറ്റ് ഡ്രൈവർമാരാക്കി മാറ്റുകയും ഫിത്തനക്കാരായി മാറ്റുകയും
നാട് നീളെ സലഫികൾക്കിടയിൽ വിഷം കുത്തിവെച്ചിട്ട് ഈ നല്ലൊരു കൂട്ടായ്മയും അതിന്റെ ദഅവത്തിനെയും തകർക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ആത്മാർത്ഥമായി ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ വോയിസും നമ്മുടെ കയ്യിലുണ്ട്. ഏതായിരുന്നാലും ചില സുപ്രധാനമായ കാര്യങ്ങൾ ആ വിഷയവുമായി തുറന്നു പറയാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം തൗഫീഖ് ഉണ്ടാക്കിയ ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ ഒരു പ്രവർത്തനം, അയാളുടെ ഒരു വാക്ക്, നമ്മൾ പറയുന്ന ചില വാക്കുകൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിന്റെ പ്രത്യാഘാതം ഒന്നാമതായി വന്നു ചേരുന്നത് തൗഫീഖിൽ തന്നെയാണ്. തൗഫീഖിനോട് നസീഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. തൗഫീഖ് ചിന്തിക്കണം, നീ ചെറുപ്രായമാണ്. നമ്മൾ കുറച്ച് ശരീരം വലുതായതുകൊണ്ടോ താടി വളർന്നതുകൊണ്ടോ ഒന്നും നമുക്ക് വലുപ്പമുണ്ടാവുകയില്ല. പക്വത വളരെ കുറവാണ്. ഒരിക്കലും ഉചിതമായ രീതിയിൽ ഒരു താലിബുൽ ഇൽമിൽ നിന്ന് പോലും ഉണ്ടാകേണ്ട ശൈലിയിലല്ല തൗഫീഖ് സംസാരിച്ചത്. ശൈലി ദോഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയം ശക്തമായി പറയലോ രൂക്ഷമായി ചില വിഷയങ്ങൾ ചോദ്യം ചെയ്യലാണ് എന്നൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതല്ല, നേരെ മറിച്ച് ഒരു സലഫി സഹോദരനെ, അയാൾ സലഫി അല്ലെന്നും അവർ ഹക്ക് പറയുന്ന ആളുകളെ, യഥാർത്ഥ ഉലമാക്കളിലേക്ക് മടങ്ങുന്ന ആളുകളെ അവർ ഉലമാക്കളിലേക്ക് മടങ്ങാത്തവരാണ് എന്ന് കളവായി പ്രചരിപ്പിക്കുകയും അവരുടെ മേൽ വലിയ ഫിത്തനകൾക്ക് കാരണമാകുന്ന സംഭാഷണം നടത്തുകയും അങ്ങനെ സൗമ്യമായിട്ട് ഫിത്തന ഉണ്ടാക്കിയാൽ അതൊന്നും ഒരു ശൈലീ ദോഷമല്ല എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയല്ല ഈ വോയിസിൽ ഞാൻ ലക്ഷ്യമിടുന്നത്. നേരെ മറിച്ച് ഇവരൊക്കെ നിഷ്കളങ്കമായി ക്ലാസ് എടുക്കുന്ന, അതേപോലെ സലഫി ദഅവത്ത് നടത്തുന്ന താലിബുകളാണ് എന്ന് ചില ആളുകളുടെ പേരുകൾ തന്നെ ഞാൻ എടുത്തു പറയും. അത്തരം ആളുകളെ കുറിച്ച് ധരിച്ചു പോരുന്നവർ അവരെന്ത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാകുമല്ലോ എന്നാണെങ്കിൽ അവർ അറിയേണ്ട ചില പിന്നാമ്പുറ കഥകൾ ഈ സന്ദർഭത്തിൽ വസ്തുതാപരമായി തെളിവോടുകൂടി സമർപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവിടേക്ക് വരാൻ അത്തരം ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചു. അതൊരു പക്ഷേ ഹൈറായിരിക്കും, സ്വകാര്യമായ സലഫി ദഅവത്തിന് അത് ഗുണകരമായിരിക്കും എന്നുള്ള നിലക്ക് ആ ഒരാവശ്യത്തിലേക്ക് മാത്രം. അല്ലാതെ സ്ഥിരമായിട്ടിങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടി അവരെ ഒതുക്കലോ അവരെക്കുറിച്ച് മോശമായി പറയലോ അവഹേളിക്കലോ ഇതൊന്നും ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ലക്ഷ്യമല്ല. ഇത്രയും കാലം ഞങ്ങൾ സലഫി ദഅവ രംഗത്ത് എങ്ങനെയാണ് എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആരൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സലഫിയത്ത് പഠിക്കാനും അത് നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും താലിബുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ ദൗത്യം നിർവഹിക്കാനുമൊക്കെ ഇത്രയും വർഷം എങ്ങനെയാണ് നമ്മൾ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സലഫി സഹോദരന്മാർക്ക് നന്നായി അറിയാം. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമോ തൗഫീഖിനെ പോലെ സാജിദിനെ പോലുള്ള ആളുകളുടെ ഒരു തസ്കിയ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമോ ഇല്ല. ഇപ്പോൾ തൗഫീഖിന്റെ പുതിയ തിട്ടൂരം വന്നതിന് ശേഷം ബഷീർ സലഫിയെ പോലുള്ള ആളുകൾക്ക് പിന്നെ അവരുടെ ശ്രോതാക്കളുടെ എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് തൗഫീഖ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് തൗഫീഖിനെ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് ഇവരെ ക്ലാസ് കേൾക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഇവർ സലഫികളല്ല, ഇവർ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ പ്രേരകമായ എന്താണ് സംഗതി? ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ഈ ഫിത്ന നന്നായിട്ട് ഭയപ്പെടുന്ന സലഫി സഹോദരന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന, അവരിൽ ഫിത്തനയുണ്ടാക്കുന്ന, നമീമത്തുമായി നടക്കുന്ന, ദമ്മാജിസം തലക്ക് കയറിയ, നിഷ്കളങ്കമായി പുറമേ അനുഭവിച്ച് മധ്യസ്ഥരായി പുറമേ നമ്മൾ കാണുകയും എന്നാൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ദമ്മാജിസത്തെ തഴുകുകയും തലോടുകയും വെള്ളമിട്ട് വളർത്തുകയും ചെയ്യുന്ന നിഷ്കളങ്കർ എന്ന് തോന്നുന്ന ചെറുപ്പക്കാരെ കുറിച്ചും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഇത്തരമൊരവസരം ഉണ്ടായിട്ടുണ്ട്. പല മസ്ലഹത്തുകളും മഫ്സദത്തുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത് എന്ന് ചിലപ്പോൾ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത്, തൗഫീഖെ ഹവയാണോ നമ്മൾ അവലംബമാക്കേണ്ടത്, അതാണോ അതല്ല പ്രമാണമാണോ? പ്രമാണമാണ് അവലംബമാക്കിയതെങ്കിൽ പ്രാമാണികമായി വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടിയിരുന്നു. തൗഫീഖ് ജനിക്കുന്നതിന് മുമ്പ് ദഅവത്ത് തുടങ്ങിയിട്ടുള്ള, തൗഹീദി ദഅവത്തിൽ ആയുഷ്കാലം മുഴുവൻ ചെലവഴിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പോലുമാണ് തൗഹീദ് കൂട്ടത്തിൽ പറഞ്ഞത്. അബ്ദുറൌഫ് നദവിയൊക്കെ തൗഹീദ് പഠിപ്പിക്കാനും സലഫിയത്തും അഹ്ലുസുന്നയും പഠിപ്പിക്കാനും തുടങ്ങിയ കാലത്ത് തൗഫീഖ് ജനിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ് എന്നുള്ള ക്ലാസുകൾ കേൾക്കാൻ പാടില്ല എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവുകൾ നിരത്തി ഇന്ന കാരണങ്ങളാണ് എന്ന് പറയാൻ തൗഫീഖിന് സാധിക്കേണ്ടതല്ലേ? അത് തൗഫീഖ് ചെയ്തു. എന്റെ ഒന്നാമത്തെ ചോദ്യം അതാണ്. ഖുർആൻ പറഞ്ഞ എന്താ മോനെ? വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദമാ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്. ദേഹേച്ഛകളെയാണ് നീ പിൻപറ്റുന്നതെങ്കിൽ, അതും തെളിവ് വ്യക്തമായി വന്നതിന് ശേഷം നിന്റെ മനസ്സിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെയാണ് നീ പോകുന്നതെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഒരു സൂക്ഷിക്കുന്നവനോ ഒരു വലിയോ ഉണ്ടാവുകയില്ല. എത്ര ഗൗരവമാണ് ഈ താക്കീത്! നെഞ്ചിൽ ചിന്തിക്കാൻ മാത്രം പ്രാപ്തിയും വലുപ്പവും വന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷെ ചിന്തിക്കേണ്ടതുണ്ട്. അനസ് ബിൻ മാലിക്
റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അമാമ ദജ്ജാലി സിനീന ഖദ്ദഅ, ദജ്ജാൽ വരുന്നതിന് മുമ്പ് ചതിയുടെ വർഷങ്ങൾ ഉണ്ടാകും. അന്ന് സംഭവിക്കാൻ പോകുന്ന ലോകാന്ത്യത്തിന്റെ അടയാളങ്ങളാണ്. യുകദ്ദബു ഫീഹ സ്വാദിഖ്, സത്യവാൻമാർ കളവാക്കപ്പെടും. വയുസദ്ദഖു ഫീഹൽ കാദിബ്, നുണയൻ സത്യവാനാക്കപ്പെടും. നുണ പറയുന്ന ആളുകൾ സത്യവാനാണ് എന്ന് ചില ജനങ്ങൾ കരുതും. കള്ളം പറയുന്ന ആളുകൾ അവർ സത്യമാണ് എന്ന് കരുതുന്നത് പോലെ തന്നെ സത്യവാൻമാർ നുണ പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രവചനം അത് പുലരുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുക. വയുഹവ്വനു ഫിഹൽ അമീൻ, വിശ്വസ്തർ ചതിയന്മാരായി ഗണിക്കപ്പെടും. വയുക്തമനു ഫിഹൽ ഖായിൻ, ചതിയൻ ഈ വിഷയത്തിൽ എന്താണ് വിശ്വസിക്കപ്പെടും. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നു വയതകല്ലമു ഫിഹ റുവൈബിള, ഇടക്ക് ഇവർ ഇതിനിടയിൽ ഈ ഒരു സന്ദർഭത്തിൽ റുവൈബിളാക്കൾ വന്ന് കാര്യം സംസാരിക്കും. അതാ ഞാൻ പിൻസീറ്റ് ഡ്രൈവർമാർ എന്നൊരു പ്രയോഗം നടത്തിയത്. അറിവുള്ളവർ തെളിവ് വെച്ച് പറയുന്നതിനു പകരം ഒരു തെളിവുമില്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തനിച്ച നമീമത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം, അതിൽപ്പെട്ടതാണ് റുവൈബിള. റുവൈബിളത്തെ സംസാരിക്കും. ആരാണ് റുവൈബിള? ഖീല വമർ റുവൈബിള, ആരാണ് റുവൈബിള? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അർറജുലു താഫിഹ്, അതായത് അൽ ഫുവൈസിഖ്, ഒരു കൊച്ചു തമ്മാടി എന്ന് പറയാം. നീചമായ പ്രവർത്തനം നടത്തുന്ന ഒരുത്തൻ, മനസ്സിലായില്ലേ? നിലവാരമില്ലാത്ത ഒരു മനുഷ്യൻ. യതകല്ലമു ഫി അംരിലാമ, പൊതുജനങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കും. നിലവാരമില്ലാത്ത സംസാരത്തിന്റെ അടയാളമാണ് തെളിവുകളില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. ബഹുമാന്യനായ ഈ തൗഫീഖിന്റെ വീട്ടിൽ കഴിഞ്ഞ റമദാനിന് ശേഷം, കഴിഞ്ഞ റമദാൻ, അതിന് മുമ്പത്തെ റമദാനിന് ശേഷം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് എനിക്കറിയാം, പിന്നെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് വടക്കഞ്ചേരിയിലെ ഈദ്ഗാഹിൽ വളരെ വലിയ ഒരു ഫിത്തനക്ക് മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളാലായിരിക്കാമെങ്കിലും അല്ലെങ്കിലും തൗഫീഖ് കാരണമായിട്ടുണ്ട്. അദ്ദേഹം നേർക്കുനേരെ വളർത്തി ശ്രദ്ധിച്ചു പിതാവിന്റെ കൂടെ തോൾ ചേർന്ന് വളർത്തിക്കൊണ്ടുവരേണ്ട സലഫി ദഅവത്തിന്റെ ഒരു കേന്ദ്രത്തെ അവിടെ വളരെ സ്വന്തം പിതാവിന് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം, എത്ര വലിയ പ്രതീക്ഷയോടെയാണ് തൗഫീഖിനെ ദീന് പഠിക്കാൻ വിട്ടത്, അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയത്. എന്നിട്ട് സ്വന്തം ഉസ്താദുമാരെ ന്യായമില്ലാതെ, തെളിവില്ലാതെ, പ്രമാണമില്ലാതെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വളരെയേറെ വേദനിച്ച റഫീഖ് മാഷിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, വ്യക്തിപരമായി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഭിന്നതയുടെ വിത്ത് പാകിക്കൊണ്ട് തൗഫീഖ് തക്വീരി സംഘത്തിലെ പുതിയൊരു മെമ്പറായി രംഗപ്രവേശനം ചെയ്തത്. അതിനുശേഷം തൗഫീഖിന് വലിയ വലിയ പദവികൾ, ദർജകളൊക്കെ കിട്ടിയിട്ടുണ്ട്. യുവ പണ്ഡിതൻ, അതേപോലെ മറ്റു തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ അവർ തരുന്നുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അത്തരം വിഷയങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയാണ്. പക്ഷേ നിങ്ങൾ അർറജുലു താഫി എന്ന ആ ഗണത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് നന്നായി ചിന്തിക്കണം. തെക്കുഫീരികളുടെ കെണിയിൽ താങ്കൾ പെട്ടുപോയാൽ ദുനിയാവിലും പരലോകത്തിലും അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കണം. അപ്പൊ തൗഫീഖ് മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ട, തൗഫീഖിന് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. തൗഫീഖിന്റെ വീട്ടിൽ ഞാൻ വന്നിരുന്നു റഫീഖ് മാഷയുടെ അഭ്യർത്ഥന പ്രകാരം. നിങ്ങൾ ഇപ്പൊ ഈ അവസാനം ഇപ്പത്തവണയല്ല, നോമ്പിന് മുമ്പ് ഒരിക്കൽ ഗൾഫിലേക്ക് പോകുന്നതിന്റെ തലേന്ന് രാത്രി മണിക്കൂറിലേറെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ രാത്രി എൻ്റെ മോനെയും കൂട്ടി എൻ്റെ കുടുംബവുമായി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് തൗഫീഖ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പരാതികൾ പറയുന്നതായിട്ട് വാപ്പ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇണക്കത്തിൽ ഒരുമിച്ച് പോയിരുന്ന ആളുകളല്ലേ, അപ്പം നേരിട്ട് സംസാരിക്കാനുള്ള വേണ്ടത്. തൗഫീഖിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തൗഫീഖിന് അത് ബോധ്യപ്പെടുത്തി തരണം. അതല്ല എങ്കിൽ, ഒന്നുമില്ലെങ്കിലും തൗഫീഖെ കുറച്ചു കാലമാണെങ്കിലും ഞാൻ ഫിറക്കുകളെക്കുറിച്ച് നിനക്ക് വായിച്ചു തന്നിട്ടുണ്ട്. ഉസൂൽ ഫിഖിന്റെ ചില ഭാഗങ്ങൾ വായിച്ചെന്നിട്ട് നീ അത് ഓർക്കുന്നുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ ആജുറൂമി അടക്കമുള്ള കിതാബുകൾ നിന്നൊരല്പമെങ്കിലും വായിച്ചത് തൗഫീഖ് ഒരു പക്ഷേ മറന്നുപോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിലും പേരിനെങ്കിലും ഒരു ഉസ്താദാണല്ലോ. അപ്പൊ ആ ഒരു നിലക്കെങ്കിലും നീ ഞങ്ങളുടെ സംഭാഷണത്തെ പരിഗണിക്കേണ്ടതായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് അതിനോട് പ്രതികരിക്കേണ്ടതായിരുന്നു. അങ്ങനെ തൗഫീഖിന്റെ അരികിൽ വന്ന്, എന്താണ് മോനെ നിന്റെ പ്രശ്നം, എന്താണ് ഞങ്ങളുടെ വിഷയം? ദമ്മാജികൾ അല്ലെങ്കിൽ തെക്കുഫീരികൾ ഞങ്ങളുടെ പേരിൽ ആക്ഷേപിച്ചാൽ അത് അവരുടെ ഒരു സ്വഭാവം. അവരത് ചെയ്തില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അവരത് ചെയ്തുകൊണ്ടിരിക്കും. എവിടെ ചെന്നാലും ഫിത്തന ഉണ്ടാക്കുന്ന ഒരു സംഘമാണ് ഇന്ന് തെക്കുഫീരികളുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കൂടെയുള്ള ദാഴിമാരൊക്കെ മനസ്സിലാക്കിക്കൊള്ളും. അനുഭവങ്ങളിൽ നിന്ന് പലരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ അത് ക്രമേണ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അതിന്റെ പിന്നാലെ കൂടിയിട്ടില്ല. ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങൾ നോക്കൂ. അയിലക്കാട്, പിന്നെ ആ മസലഹത്ത് എന്ന് പേരുന്ന പിന്നീട് മഫ്സദത്തായി മാറിയിട്ടുള്ള ആ ഒരു സംഗമത്തിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കൂ. ഞങ്ങൾ ക്ലാസുകളും പഠനവും ദൗറയും
സക്കരിയ സ്വലാഹി റഹിമഹുള്ള നേതൃത്വം നൽകി തുടങ്ങിപ്പോന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി ഞങ്ങൾ ഇന്നും തുടർന്നു പോരാണ്. ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, അത് കുറയാറുണ്ട് കൂടാറുണ്ട്, ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല. ഞങ്ങളത് ഇന്നുവരെയും ഈ കഴിഞ്ഞ ആഴ്ച വരെയും ഞങ്ങൾ തുടർന്നു പോന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സുകളും ദഅവത്തുകളും പഠനങ്ങളും ഉലമാക്കളുമായുള്ള ബന്ധവും അത് അങ്ങനെ തന്നെ തുടർന്നു പോരുകയാണ്. നിങ്ങളെപ്പോലെ ഉലമാക്കളുമായുള്ള ബന്ധം എന്ന് നാവ് കൊണ്ട് പെരുമ്പറയടിച്ച് ഉലമാക്കളുമായി ഒരു പൊരുത്തവുമില്ലാത്ത ഫിത്നയുടെ പ്രവർത്തനങ്ങളുമായി നടക്കുകയല്ല എന്നുള്ളത് സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും തെറ്റിദ്ധാരണകൾ, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുന്ന സമയത്തെങ്കിലും ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള അവസരവും കിട്ടുന്നുണ്ട് എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ തൗഫീഖിന്റെ വീട്ടിൽ ഞാൻ വന്നു ഒരു രാത്രി. ഓർമ്മയില്ല തൗഫീഖിന്? മണിക്കൂറിലേറെ നമ്മൾ സംസാരിച്ചു. ഞാൻ എന്താ ചോദിച്ചത്, പ്രത്യേകിച്ചും തക്ഫീരി സംഘത്തിന്റെ ഉപജാപക സംഘത്തിന്റെ കെണിയിൽ തൗഫീഖ് പെട്ടു. വടക്കഞ്ചേരിയിലെ ഒരു പവിത്രമായ ദഅവത്ത്, ശരിക്കും തൗഫീഖ് ഏറ്റെടുത്ത് പൂർത്തീകരിക്കേണ്ട ഒരു ദഅവത്ത്, ഒരു മസ്അല പ്രശ്നത്തിന്റെ പേരിൽ സ്വന്തം പിതാവുമായി തർക്കിച്ച് അവിടെയുള്ള ഇണക്കവും കൂട്ടായ്മയും ഒക്കെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്, അൽഹംദുലില്ലാ. ഏതായിരുന്നാലും അതിൽ ആ ഒരു അവസ്ഥ വരാതിരിക്കണമെന്ന പിതാവിന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് അവിടെ വന്നു. നമ്മൾ സംസാരിച്ചു. ഞാൻ ചോദിച്ചില്ല തൗഫീഖിനോട്, എന്താണ് തൗഫീഖ് നമ്മുടെ പ്രശ്നം? തൗഫീഖ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നിസ്സഹകരണ സ്വഭാവം കാണിക്കുന്നത്? ഇനി മാസപ്പിറവിയുടെ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം, മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ അത്. തൗഫീഖ് കുറേ സമയം മിണ്ടാതെ ഒരു കുറ്റവാളി ഇരിക്കുന്ന പോലെ ഇങ്ങനെ തലതാഴ്ത്തിയിരുന്നു. അതിൻ്റെ ആവശ്യമല്ല. പിന്നെ ഒന്നുമില്ലെങ്കിലും കുറച്ചു കാലം നിനക്ക് ഫിറക്കും അതേപോലെ തന്നെ ഉസൂൽ ഫിഖിന്റെ ചില ഭാഗങ്ങളും അതേപോലെ ആ ഒരു ബോധമെങ്കിലും ഉണ്ട്, അവിടെ ഒരു പരിഗണനെങ്കിലും തരേണ്ടതായിരുന്നു. കാരണം ഒരു ചർച്ച നടക്കുന്ന സമയത്ത് നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ നമ്മൾ മുന്നിൽ വന്നിരിക്കുമ്പോഴെങ്കിലും തൗഫീഖെ തുറന്നു പറയണ്ടേ? ഇത് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞല്ലേ പറ്റൂ. തൗഫീഖിന്റെ മുന്നിൽ തൗഫീഖിന് പറയാനുള്ളത് കേൾക്കാൻ സന്നദ്ധരായി വീട്ടിൽ അങ്ങോട്ട് ചെന്നിരുന്നു. നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു ശിഷ്യനാണ്, എന്നിട്ട് പോലും അങ്ങോട്ട് പാലക്കാട് വരെ യാത്ര ചെയ്ത് മുടപ്പല്ലൂർ തൗഫീഖിന്റെ വീട്ടിൽ വന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് തൗഫീഖിന് പറയാനുള്ളത് കേൾക്കാം, ആക്ഷേപങ്ങൾ കേൾക്കാം. വിഷയങ്ങൾ പ്രാമാണികമായിട്ടാണല്ലോ ചർച്ച ചെയ്യുക. പ്രാമാണികമായി തൗഫീഖ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളങ്ങനെ സ്വീകരിക്കാതിരിക്കുക? നമ്മുടെ കൂടെ പോകുന്നുണ്ട്, ഉള്ളിൽ തക്ഫീരികളുടെ വിടുപണികളിൽ രഹസ്യമായി പങ്കെടുക്കുന്നുണ്ട്. തൗഫീഖ് ആ കാലത്തൊക്കെ ഇറക്കിയ ഓരോ പെരുന്നാളിന്റെ സമയത്തും നോമ്പിന്റെ സമയത്തും ഒക്കെ പുറത്തിറക്കുന്ന 3-4 മിനിറ്റുള്ള വോയിസുകൾ അവിടെയുള്ള അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ എങ്ങനെയുള്ള മാനസിക പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾ സംയമനത്തോടെ ക്ഷമിച്ച് അതിൻ്റെ ഒന്നും പിന്നാലെ കൂടാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എത്ര പ്രതീക്ഷയോടുകൂടിയാണ് തൗഫീഖിന്റെ അരികിൽ വന്നത്. തൗഫീഖിന്റെ അരികിൽ വന്ന് തൗഫീഖ് എല്ലാം അവസാനിപ്പിച്ചും കൂടി തിരിച്ചു വരണമെന്ന ആൾക്കല്ല. തൗഫീഖിന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കണം എന്നുള്ള ആത്മാർത്ഥമായ നിലക്കാണ് വന്നത്. അങ്ങനെയല്ലേ തൗഫീഖിനോട് സംസാരിച്ചത്? എന്നിട്ട് തലയും താഴ്ത്തിയിരിക്കുകയാണോ വേണ്ടത്? ഇത്രയും വലിയ തിട്ടൂരമൊക്കെ പുറപ്പെടുവിക്കാൻ മാത്രം സ്വാധീനമുള്ള തൗഫീഖിന് എന്തുകൊണ്ട് എന്നോട് നേരിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല? ഉത്തരം പറയണം. തൗഫീഖ് ഒന്ന് വാ തുറന്നു കിട്ടാൻ കുറേ സമയം കാത്തിരിക്കേണ്ടി വന്നു. നിന്റെ പിതാവും സാക്ഷിയാണല്ലോ, എൻ്റെ മകനും സാക്ഷിയാണ്. ഏതായിരുന്നാലും ശരി, അങ്ങനെ അവസാനം തൗഫീഖ് മെല്ലെ മെല്ലെ പറഞ്ഞപ്പോൾ ആകെ വളരെ നിസ്സാരമായ, വളരെ ബാലിശമായ 1-2 കാര്യങ്ങളല്ലാതെ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു ആരോപണം ഞങ്ങൾക്കതിൽ ഉന്നയിക്കാൻ അന്ന് തൗഫീഖിന് സാധിച്ചു. എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് തൗഫീഖ് പറയണം. ഇനി പോട്ടെ, അന്ന് തൗഫീഖിന് അറിയില്ല. പിന്നീട് തൗഫീഖിന് ആ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. എന്നാ തൗഫീഖെ, നീ എന്നോട് വരാൻ പറയണ്ടേ? എനിക്ക് അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇന്ന ദിവസം വരികയാണെങ്കിൽ ഞാൻ സംസാരിക്കാം എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ എനിക്കൊരു വോയിസ് ഇടണ്ടേ? നാട്ടുകാർക്ക് വോയിസ് ഇടുന്നതിന് മുമ്പ് എനിക്കൊരു വോയിസ് ഇടാലോ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, തൗഫീഖ് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നാലും മോശം, ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറാണ്, ഞാൻ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ തൗഫീഖിന് എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യാമല്ലോ. പേരിനെങ്കിലും ഒരു ഉസ്താദല്ലേ തൗഫീഖ്. അപ്പം ആ നിലക്ക് എന്ത് ചെയ്തു? വന്നതൊന്നും ഉണ്ടായില്ല. പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തി, തിട്ടൂരം പുറപ്പെടുവിച്ചു. പക്ഷെ ആ പ്രഖ്യാപനം നടത്തിയപ്പോഴും അതിന്റെ പ്രാമാണികത എവിടെ? അതിന്റെ വസ്തുതാപരമായ അവതരണം എവിടെ? പുകമറ സൃഷ്ടിക്കുന്നത് ശരിയല്ല. അത് ദമ്മാജിസത്തിന്റെ ഒരു ദുരന്തമാണ്, ഒരു വലിയ കുഴപ്പമാണ് എന്ന് സക്കരിയ സ്വലാഹി റഹിമഹുല്ല നേരത്തെ വ്യക്തമാക്കിയതാണ്. വലിയ ഫിത്തനക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അതിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുകമറ സൃഷ്ടിച്ചിട്ട് ഈ ഏർപ്പാടുണ്ടല്ലോ, ആളുകളെ തട്ടിമാറ്റുന്ന, ഇതൊക്കെ സംഘടനക്കാർ കുറെ പയറ്റിക്കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ട് വില പോയിട്ടില്ല. നമുക്ക് മുമ്പേ ഈ വിഷയത്തിലൊക്കെ ചില അനുഭവങ്ങളുണ്ട്. ബഹുമാന്യനായ അല്ലാമ ഉമർ അഹമ്മദ് മലൈബാരി റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് എ പി അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ
വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ വെച്ചൊരു വേദിയിൽ വെച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒരു ശൈലിയിലൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും അവരുടെ വികലതയും അപകടങ്ങളുമൊക്കെ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്ന ഉമർ മൗലവി എന്ന് പരാമർശം കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ശൈലിയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ വളരെ കൃത്യമായി മൊയ്തീൻ ഷേഖ് കാക്കണ എന്നൊരാൾ വിളിച്ചാൽ 4 വട്ടം കാഫറായി ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വ്യക്തമായി ഇത്തരം ഹക്കുകൾ തുറന്നു പറഞ്ഞിരുന്ന ഒരു മഹാനായ പണ്ഡിതനാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് രൂക്ഷത കൂടുതലാണ്, അദ്ദേഹത്തിന് ശൈലിദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മുജാഹിദുകളായ ആളുകൾ തന്നെ അദ്ദേഹത്തെ മാനസികമായി ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നേതാക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. എപ്പോഴും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ തിരുത്താനുള്ള ശ്രമവും അദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നിരന്തരമായി നടന്നു പോന്നിരുന്നു. അദ്ദേഹം അതിലെ നല്ല കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ അദ്ദേഹം ശക്തമായ ശൈലിയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വികലവാദങ്ങളെയും അതേപോലെ തന്നെ സമസ്തയുടെ ന്യൂനതകളെയും ഒക്കെ കൃത്യമായി അദ്ദേഹം മരണം വരെ ചൂണ്ടിക്കാണിച്ചു. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് ഖബൂലാക്കട്ടെ. പിന്നീട് ശൈലിദോഷം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സക്കരിയ സലാഹി റഹിമഹുല്ല. പ്രത്യേകിച്ച് മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ടവർ ഒരു നയവും മയവുമില്ലാതെ അദ്ദേഹത്തിന്റെ 100 കണക്കിന് പ്രഭാഷണങ്ങൾ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നടത്തുന്ന ചില പദപ്രയോഗങ്ങൾ അത് ചിലപ്പോൾ തിരുത്തണ്ടാണെങ്കിൽ ഓർമ്മിപ്പിച്ചെടുക്കാൻ തിരുത്തും. മനുഷ്യരാണ്, ചില സാഹചര്യങ്ങളിൽ ചില ശക്തമായ വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരും. അത് ആ സന്ദർഭത്തിൽ അത് ക്ലിയറായി കൃത്യവുമായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ അടർത്തിയെടുത്ത് അതുമാത്രം അങ്ങനത്തത് മാത്രം പലയിടത്തു നിന്ന് അടർത്തിയെടുത്ത് അതുമാത്രം സീഡിയാക്കിയൊക്കെ പ്രചരിപ്പിച്ച ഫിത്തനക്കാരായ ദഅവത്തിന്റെ സ്വഭാവം മർക്കസ് ദഅവ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ എന്നാൽ വിഷയത്തെ പ്രാമാണികമായി നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ എളുപ്പമുള്ളതാണ് ശൈലി ശരിയല്ല എന്ന് പറയാം. ഞങ്ങളെ മാനസികമായും അല്ലാതെയും അങ്ങേയറ്റം തകർത്തിട്ടും ഒരു കുഞ്ഞുങ്ങളാണ്, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന പ്രതീക്ഷയിൽ അവർ തിരുത്തും, തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയിൽ മസ്ലഹത്തിന്റെ എന്നല്ലെങ്കിൽ നാളെ മസ്ലഹത്തിന്റെ ഒരു തുടർച്ച ഒരു പക്ഷേ ഉണ്ടായേക്കും എന്നൊക്കെയുള്ള നിലക്ക് ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു ഫലവുമില്ല എന്ന് തെളിയിക്കാൻ നിന്നെപ്പോലത്തെ കുറച്ച് ആളുകൾ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന് പറയും. പക്ഷേ ഈ തക്ഫീരി സംഘത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് തൗഫീഖ് ഇന്നല്ലെങ്കിൽ നാളെ നീ തിരിച്ചറിയും. ഞങ്ങളത് കുറച്ച് നേരത്തെ അറിഞ്ഞു. സലാഹി റഹിമഹുല്ലയും വരുന്നല്ലെങ്കിൽ നാളെ അയക്കുമല്ലോ എന്ന് കരുതി കാത്തിരുന്നു പോയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് വരെ പറയാം. ഏതായിരുന്നാലും സലാഹിയെ സംബന്ധിച്ചും അവർ രൂക്ഷമായ ഈ ശൈലീദോഷം പിന്നെ അതിപ്പോൾ നദ്വിക്കെതിരെയാണ്. അബ്ദുറൌഫ് നദ്വിയെ ഒതുക്കി നിർത്തണം. അന്ന് ആ അയിലക്കാട് സംഗമത്തിൽ പിന്നെ ബഷീർ സലഫി വളരെ ഭംഗിയായി വിഷയങ്ങൾ, അതായത് നമ്മൾ ഐക്യത്തിലും ഇണക്കത്തിലും ഒക്കെ പോകണം, അതിന് നമുക്കൊരു കൂട്ടായ്മ വേണം, ഒരു നേതൃത്വം വേണം. റൌഫ് നദ്വിയെ നേതാവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അന്നേരം ആഷിം സലാഹി അവിടുന്ന് പറഞ്ഞു അബ്ദുറൌഫ് നദ്വി ഏതായാലും ഒരു നേതാവാണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് എനിക്ക് അനുഭവം കൊണ്ടറിയാം. 2 ചേരിയാക്കണം, 2ആയി തന്നെ പോകണമെന്ന തീരുമാനവും എടുത്ത് ആരാണോ അയിലക്കാട് നിന്ന് ഇറങ്ങിപ്പോയത് അവരാണ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഫിത്തന ഉണ്ടാക്കിയത് എന്നുള്ളത് നന്നായിട്ട് നമുക്കറിയാം. ഞങ്ങൾ മൗനം പാലിച്ചു എന്നുള്ളത് കൊണ്ട് ചാഞ്ഞ മരത്തിൽ പാഞ്ഞു കയറണ്ടെന്നാണ് തൗഫീഖിനോടും തക്ഫീരി സംഘത്തോടും പറയാനുള്ളത്. ഞങ്ങൾ ഭൗതികമായി ദുർബലരാണെങ്കിലും ആശയപരമായും പ്രാമാണികമായും ഹക്കിലും സത്യത്തിലും ശക്തിയിലും നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് ഒരാളാണെങ്കിലും പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കും എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് അയിലക്കാട് സംഗമം നടന്നപ്പം വളരെ വ്യക്തമായി അബ്ദുറൌഫ് നദ്വിയെ ടാർഗറ്റ് ചെയ്ത് അല്ലെ, അന്നപ്പം തന്നെ ഒരാൾ പറയാനെന്ത് അങ്ങനത്തെ ഇപ്പം ഓരോരുത്തർ കുത്തി പറയുന്ന വാക്കുകൾ വോയിസുകൾ ഇൻഷാ അല്ലാഹ് ആവശ്യം നമുക്ക് പുറത്തുവിടാം. എന്ത് ഇവിടെ നദ്വിയെ ലീഡറാക്കാമെന്നാണ്. അപ്പം സാജിദ് എന്ന മഹാനാണ് അവിടെ ചോദിച്ചത് നദ്വിക്ക് അതിന് ക്വാളിറ്റി എന്താണ്. വോയിസ് കേൾക്കണം, എനിക്ക് സാജിദ് എന്ന് ചോദിച്ച വോയിസ് കേൾക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിച്ചുതരാം. അടുത്ത സന്ദർഭങ്ങൾ അത് വരും. ഇതിന്റെ വിശദീകരണങ്ങൾ പിറകെ വരും. ഇത് തുടക്കമാണ്. ഏതായിരുന്നാലും തക്ഫീരി സംഘത്തിന്റെ യഥാർത്ഥ നിലപാടുകളും ദമ്മാജിസത്തിനെതിരെ സ്വലാഹി തുടങ്ങി വെച്ച ആ പോരാട്ടവും ഞങ്ങളിതാ തുടരാൻ ആരംഭിച്ചിരിക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യം. ഒരാളെ നേതാവാകാനല്ല വന്നത്. നമുക്കൊരു കൂട്ടായ്മ വേണം, നമ്മൾ ഒരുമിച്ച് പോകണം, അത് കൃത്യമായിട്ടായിരിക്കണം. സംഘടനകൾക്ക് ബാധിച്ച ന്യൂനതകളൊന്നും നമ്മളെ ബാധിക്കാത്ത രൂപത്തിൽ അല്ലേ. പയ്യോളിയിൽ വെച്ച് സക്കരിയ സലാഹി റഹിമഹുല്ല കൃത്യമായി അവിടെ അന്ന് നിയാഫും മുഹ്സിനും അടക്കമുള്ള ആളുകൾ കൃത്യമായി എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മൾ സംഘടിച്ച് അതിനൊരു പേരിട്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് എഴുതി വെച്ചു. ഞാൻ ആവശ്യമാണെങ്കിൽ അതിന്റെ മിനുട്സ് പ്രദർശിപ്പിക്കാൻ തയ്യാറാണ്. എല്ലാവരും എഴുതി ഒപ്പുവെച്ചടക്കം അതിൽ ഓരോ വരികളും എഴുതി അത് പ്രദർശിപ്പിക്കാൻ തയ്യാറാണ് എന്ന് സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ്. അതങ്ങനെ പെട്ടെന്ന് പിന്നീട് മാറിപ്പോയി. അവിടെ സംഘടന ഉണ്ടാക്കണം, നിർബന്ധം നേതാവാകൽ അതൊന്നും അല്ല വിഷയം. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ പിന്നെ ഓരോരുത്തരും അവരവരുടേതായ ക്ലാസ്സുകളും ദഅവത്തുമൊക്കെ ആയിട്ട് പോകുമ്പം നേരത്തെ ദൗറ എന്ന ഒരു സംവിധാനത്തിലൂടെ ദായിമാർക്കിടയിൽ ഒരു ഐക്യവും ഇണക്കവും ഉണ്ടായിരുന്നു. അതിലാദ്യകാലത്ത് ഈ പിന്നെ ഹാഷിം സലാഹിയും പിന്നെ സലാഹുദ്ദീൻ നദീരിയും മറ്റുള്ള അന്നത്തെ താലിബുകളായിട്ടുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു.
അതിൽ ഭാഗികമായിട്ടാണെങ്കിലും മുഹസിൻ പിന്നെ ഓൻ്റെ ക്ലാസ് എടുക്കാൻ ഒരു കുറച്ചെന്തെങ്കിലും ഒന്ന് വായിക്കും, എന്നിട്ട് അങ്ങ് കുട്ടികളെയും കൊണ്ട് മടങ്ങിപ്പോകുന്ന രീതിയാണെന്ന് സ്വീകരിച്ചിരുന്നത്. പൂർണ്ണമായിട്ട് അവർ അവലംബിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും എന്നാലും അവരൊക്കെ പിന്നെ ആളുകൾ കൂടിയും കുറഞ്ഞുമൊക്കെ ദൗറ വന്നിരുന്നു. പക്ഷേ ഈ അയിലക്കാട് സംഗമത്തിൽ പിന്നെ ദൗറ ഫിത്തനയാണ് എന്ന ഒരു ചർച്ച ആരാണ് കൊണ്ടുവന്നെന്ന് ചോദ്യം ഉണ്ടായി. എന്നെക്കുറിച്ച് ഒരാൾ അവിടെ ആരോപിച്ചത് പിന്നെ സക്കരിയ സ്വലാഹി തന്നെ ദൗറ ഫിത്തനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതായിട്ടൊരു ചർച്ച വന്നു. അങ്ങനെയല്ല ഉണ്ടായത്. ദൗറ ഫിത്തനയാണ് എന്ന് ചില ആളുകൾ പറയുന്നു എന്ന് പിന്നെ സക്കരിയ സ്വലാഹി, റൌഫ് നദ്വിയൊക്കെ ഷറഫുദ്ദീൻ്റെ പിന്നെ റൂമിൽ വെച്ച് നടന്ന ചർച്ചയിൽ പിന്നെ ചില ആളുകൾ പറയുന്നു എന്നതിൻ്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിച്ച വിഷയമല്ല. സലാഹി ദൗറ ഫിത്തനാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ശക്തമായി ദൗറ നടത്തുകയും ഇപ്പോൾ ഈ ഫിത്തനക്കാരായ ആളുകളെ പോലും ആ ദൗറയിലേക്ക് അവസാനം വരെ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് പിന്നെ സലാഹി. പക്ഷേ ചില പിൻസീൽ ഡ്രൈവർമാർക്ക് ദൗറ ഫിത്തനയാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കൽ ആവശ്യമായിരുന്നു. അവർക്ക് വേറെ ചില അജണ്ടയുണ്ട്. അതിൽപ്പെട്ട ഒരു അജണ്ടയാണ് നദ്വി അങ്ങ് ഒതുക്കിയാൽ ഈ പിന്നെ സലഫി ദഅവത്തിന്റെ പിന്നെ കൂട്ടായ്മയിൽ ഒരു ശൈഥില്യം ഉണ്ടാക്കാൻ പറ്റും, ആ പൂതി അവിടെ വെച്ചാൽ മതി എന്നാണ് പറയാനുള്ളത്. ആ കെണിയിൽ ഇപ്പോൾ തൗഫീഖും പെട്ടു. തൗഫീഖിന് വേണമെങ്കിൽ രക്ഷപ്പെടാം. ഞങ്ങളിവിടെ ആളുകളുടെ ബലം കൂട്ടി, ദാഹിമാരുടെ എണ്ണം കാണിച്ച്, ദൗറകളുടെയും പ്രവർത്തനങ്ങളുടെയും വലുപ്പം കാണിച്ച്, അതിൽ പങ്കെടുക്കുന്നവരുടെ രീതി കാണിച്ച്, അല്ലെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ സ്വീകരിച്ചിരുന്ന ദഅവത്തിന്റെ ആ ശൈലിയിൽ ഉപേക്ഷിച്ചിരുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഹാവഭാവങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഞങ്ങളങ്ങനെ യൂട്യൂബേഴ്സ് ദായിമാരായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും തൗഫീഖിനെ സംബന്ധിച്ചിടത്തോളം തൗഫീഖിന് എനിക്ക് വ്യക്തമായി വിഷയങ്ങൾ എണ്ണി പറഞ്ഞു തരാനുള്ള അവസരം തൗഫീഖിന്റെ മുന്നിൽ ഞാൻ വന്നിരുന്നു കൊടുത്തിട്ട് സാധിച്ചിട്ടില്ല. ആകെ തൗഫീഖ് പറഞ്ഞ വളരെ നിസ്സാരമായ 2 കാര്യങ്ങളാണ്. ഒന്ന് ബഷീർ സലഫി എഴുതിയ എന്തോ ഒരു പദ്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് ബഷീർ സലഫി അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി അതെന്തെങ്കിലും ഗുരുതരമായ തെറ്റാണെങ്കിൽ വളരെ നിഷ്കളങ്കനായ മനുഷ്യനെ തെറ്റ് തിരുത്തി കൊടുത്താൽ തിരുത്താനൊരു അദ്ദേഹം തയ്യാറുമാണ്. ഒരു ബാലിശമായ ആരോപണങ്ങളാണെന്ന് ആകെ 1-2 കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കാര്യമായിട്ട് എടുത്തു പറഞ്ഞത്, നിങ്ങൾ ഈ ഹദീസ് നിഷേധികളായ ആളുകളുടെ കൂടെ വേദി പങ്കിട്ടു. വലിയൊരു ആകെ ഒരു കാര്യമാണെന്ന് റഫീഖ് മാഷ് സാക്ഷിയാണല്ലോ അന്ന് കാര്യമായിട്ട് എന്നോട് പിന്നെ തൗഫീഖ് പറഞ്ഞത്. എന്താ സംഗതി? ആലുവയിൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ആരോ സംഘടിപ്പിച്ച ഒരു പരിപാടി, അതായത് നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയല്ല, അതിൻ്റെ സംഘാടകൻ അന്നും ഇന്നും നമ്മുടെ കൂടെ സജീവമായിട്ടുള്ള ആളല്ല. അപ്പോൾ അവർ ഇങ്ങനെ ഏകമാസപ്പിറവിയുടെ വക്താക്കളാണ്, നമ്മൾ അതിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നതിന് നിങ്ങൾ വന്ന് ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചപ്പം തീർച്ചയായിട്ടും കേരളത്തിലെ സാഹിത്യത്തിൽ അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്തേ തൗഫീഖ് ഇപ്പം പിന്നെ വിസ്റ്റംകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങളെ വിസ്റ്റത്തിന് കൂടെ പോകുന്നു എന്ന് ആരോപിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ വേദി പങ്കിടുന്നു പറയുമ്പം തൗഫീഖ് അവരുടെ പിന്നെ സാഹചര്യങ്ങളും അവരുടെ വേദികളും ഉപയോഗപ്പെടുത്തുന്നില്ലേ? അതേപോലെ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ വേദി പങ്കിട്ടെടുത്ത് പിന്നെ ദൗറകൾ നടത്തുന്നില്ലേ? ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളൊന്നും അതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടാത്ത എന്താണ്? അതിനൊക്കെ ഒരു പക്ഷേ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇനി വ്യക്തമായ ഫിത്തനകൾ ഉണ്ടാകും, നമ്മളത് മാറ്റിവെക്കുകയും ചെയ്യും. നമ്മൾ അന്ന് ക്ലാസ്സിന് വിളിച്ച സമയത്ത്, അബ്ദുൾ റൌഫ് നദ്വി വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അവസാനത്തെ അവസരം നമുക്ക് തരണം, കാരണം മറ്റുള്ളവർ കൂടി പങ്കെടുക്കുന്നതാണ്. അവരെന്തെങ്കിലും ഒരു സലഫികളെ കുത്തി പറയുന്ന വല്ലതും അവരിൽ നിന്ന് വന്നാൽ അതിന് ഖണ്ഡിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടണം എന്ന് പറയുകയും അത് സംഘാടകർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ആലുവയിലെ പരിപാടിയിൽ അബ്ദുൾ റൌഫ് നദ്വി പങ്കെടുത്തത്. അതൊക്കെ ഒരു വലിയ ഒരാദർശ വ്യതിയാനമായി ഉന്നയിക്കാൻ മാത്രമില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ, എനിക്കൊന്നുകൂടി മനസ്സിലാക്കാനുണ്ട്. പലരോടും തൗഫീഖ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവരുടെ ക്ലാസ്സുകൾ കുറേ ഉണ്ട്, അതൊക്കെ കേൾക്കണം, ഒക്കെ കേട്ടാലേ ഇവരെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ കേട്ട് പ്രശ്നം മനസ്സിലാക്കി തരാൻ മാത്രം ഒക്കെയുള്ള പിന്നെ ഒരു വിജ്ഞാന പശ്ചാത്തലം തൗഫീഖിനുണ്ടോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. തൗഫീഖാണെങ്കിലും മുഹ്സിനാണെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പൂർത്തീകരിച്ചെങ്കിലും വന്നവർ, ഒരു അക്കാദമികമായിട്ടെങ്കിലും പൂർത്തീകരിച്ചു വന്ന ആളുകളല്ലല്ലോ. പിന്നെ നിങ്ങൾ ഉലമാക്കളരികിൽ നിന്നൊക്കെ എത്രയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരൊന്നും അല്ല ഞങ്ങൾ ഈ വിഷയം പറയുമ്പോഴേക്കും ഉലമാക്കളോട് എതിര് നിൽക്കുന്നവരാണ് ഞങ്ങൾ. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളുക എന്നേ ഉള്ളൂ. ഉലമാക്കളിൽ നിന്ന് ഒരിക്കലും സലഫികൾ വേറിട്ട് നിൽക്കൂല. നിങ്ങൾ പിന്നെ ഒരു പിൻസി ഡ്രൈവർ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്, ഇൻഷാല്ല പറ്റുമെങ്കിൽ ആ വാക്ക് തന്നെ കേൾപ്പിച്ചുതരാം. എന്ത്? ഇപ്പം അടുത്ത ദിവസം തൊടുപുഴയിൽ നിന്നുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നത്, എന്താ നിങ്ങൾക്ക് വന്നാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഏത് വിഷയത്തിനാണ് വരേണ്ടതെന്ന് ക്ലിയർ ചെയ്യാൻ പറയും. അയിലക്കാട് സംഗമത്തിൽ ഞങ്ങളാണോ പിന്തിരിഞ്ഞത്? മധ്യസ്ഥന്മാരത് വ്യക്തമാക്കണം. അവർ അള്ളാന്റെ കോടതിയിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞ് ഹാഷിം സലാഹിയെപ്പോലുള്ളവർ ഒഴിഞ്ഞാൽ പോരാ. അന്ന് അവിടെ എന്താ നടന്നത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത അവർക്കുണ്ട്.
മനസ്സിലായില്ലേ? അവിടെ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയില്ല. എന്താ പറഞ്ഞത്? മുഹ്സിൻ എഴുതിയത് പിന്നെ അഖീദ മൻഹജിലെ വ്യതിയാനം ആദ്യം അബ്ദുറൌഫ് റദിക്കെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾ വന്നപ്പോൾ കൂടെയുള്ള ചില ആളുകൾക്കെതിരെയും പരസ്യമായി ഉന്നയിച്ചപ്പോൾ ആ വിഷയം ഒന്നും പഠിക്കാൻ നേരത്തെ സാധിച്ചിട്ടില്ല. അത് പഠിക്കാൻ ഒരു അവസരം ചുരുങ്ങിയത് ഒരു 2 ആഴ്ചതാ. അത് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് സംഗമിക്കാം എന്നല്ലേ അബ്ദുറൌഫ് നദവി പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം. അതിനോട് അംഗീകരിക്കാൻ അദ്ദേഹത്തെക്കാൾ എത്ര പ്രായം കുറവുള്ളവരാണെന്ന് അധ്യക്ഷം വഹിച്ച ആൾക്കാരും മധ്യസ്ഥരായി വന്ന ആളുകളും എന്തുകൊണ്ടാണ് അബ്ദുറൌഫ് നദവിയുടെ ആ ആവശ്യം അംഗീകരിക്കപ്പെടാതെ പോയത് എന്നത് ഇന്ന് വരെ വിശദീകരണം വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഇരിക്കാം എന്നാണ് പറഞ്ഞത്, മോനെ, ഇരിക്കാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അന്ന് ആ വിഷയങ്ങൾ ക്ലിയർ അല്ല. ഇപ്പൊ സാജിദിനെ പോലുള്ള ആളുകൾ ജനങ്ങൾക്കിടയിൽ വിഷം പാകുന്നത് പോലെ 4 ആളുകൾ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് നടത്തണം എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. എന്താണ് വിഷയമെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അപ്പോൾ ആ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ വ്യതിയാനമായി അഖീദയിലും മൻഹജിലുമുള്ള പിഴവായി ആരോപിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം വിഷയങ്ങൾ ക്ലിയർ ചെയ്ത് എഴുതി. അത് മധ്യസ്ഥന്മാർക്ക് സാധിക്കുമല്ലോ. ഇനി ഞങ്ങൾ എന്തെങ്കിലും വാശി കാണിച്ചാലും മധ്യസ്ഥരായ ആളുകൾക്ക് തിരുത്തിയിട്ട് ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമല്ലോ. അങ്ങനെ വീണ്ടും അതിരുന്ന് അയിലക്കാട് സംഗമത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്. എന്നാൽ അന്നത്തെ ഒരു തീരുമാനം എഴുതി വെക്കുകയോ അന്ന് അതിന്റെ ആമുഖത്തിൽ പിന്നെ സലാഹുദ്ദീൻ നദീരി പറഞ്ഞ പ്രകാരം അവിടെയുള്ള വിഷയങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്താൻ അനസ് നദീരിയൊക്കെ ഏൽപ്പിച്ചതാണ്. എന്നിട്ട് അത് എഴുതി വെക്കുകയോ അവിടെ തീരുമാനമുണ്ടാക്കുകയോ ആ തീരുമാനങ്ങളുടെ കീഴിൽ ഒപ്പുവെക്കുകയോ ചെയ്യാതെ പിരിഞ്ഞുപോയി അതിനെ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകളഞ്ഞത് ആരാണ് എന്നുള്ളതിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. അന്ന് ആ സംഗമം കഴിഞ്ഞ അവസാനം 2 ആളുകളാണ് എഴുന്നേറ്റെന്ന്. ഇവിടെ ഇത്രയും നേരം എന്താ ഞാൻ മടന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ 2 ആളുകൾ മാത്രമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകളാണ്. ആ കൂട്ടത്തിൽ ഒന്ന് തൗഫീഖായിരുന്നു. തൗഫീഖ് എന്ത് പറഞ്ഞു? ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അന്ന് വളരെ സുതാര്യമായി നടന്ന ചർച്ചകൾ പോലും മനസ്സിലാകാത്ത തൗഫീഖാണ് കുറഞ്ഞ കാലം കൊണ്ട് ഇപ്പോൾ തിട്ടൂരം ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, അല്ലേ? ശരി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്തുകൊണ്ട് അത് പറയാൻ കഴിഞ്ഞില്ല? ശരി, പിന്നീട് അത് കണ്ടെത്തിയാൽ വിളിച്ചു പറയാലോ. അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഒരിക്കൽ വന്ന് എനിക്ക് 2ാമത് വരുന്നതിന് എന്താ പ്രയാസം? ഞാൻ വരുമല്ലോ. പിന്നെ അവരുടെ ക്ലാസ് കേൾക്കരുത്, ഇവരുടെ ക്ലാസ് കേൾക്കരുത് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ശൈലീദോഷമല്ല. അഹ്ലുസുന്നയിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്ന ഈ രോഗം ഇത് റുവൈബിളത്തിന്റെ ന്യൂനതയാണ്, ഫുവൈസിഖിന്റെ പ്രവർത്തനമാണ് എന്നാണ്. ഖാദിയാനികളാണ് ഇങ്ങനെ ആളുകളെ പുറത്താക്കാൻ വേണ്ടി നടന്നിരുന്നത്. ആ ഒരു സംസ്കാരം എൻ്റെ ബഹുമാനനായ റഫീഖ് മാഷിയുടെ മകൻ തൗഫീഖ് സ്വീകരിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, തൗഫീഖെ, നീ ജനിക്കുന്നതിന് മുമ്പ് തൗഹീദും സലഫിയത്തും പഠിപ്പിച്ചവരെയാണ് നീ ഇപ്പോൾ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇറങ്ങിയത്. അതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയ അതിൻ്റെ കാരണങ്ങൾ നീ വ്യക്തമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ, മറ്റുള്ളവരെ പുറത്താക്കാൻ തൗഫീഖിനുള്ള യോഗ്യത എന്താണ്, അല്ലെങ്കിൽ ആരാണ് തസ്കിയ തന്നത്, അതൊന്ന് പുറത്തുവിടേണ്ടതല്ലേ? ഇത് കുട്ടികളിയാണോ? നന്നായി ചിന്തിക്കണം. തൗഫീഖ, നീ പുച്ഛിച്ചതും ഇൻസൾട്ട് ചെയ്തതും ഏതെങ്കിലും ഒരു വ്യക്തിയല്ല എങ്കിൽ ഞങ്ങൾക്കത് വിട്ടുമാപ്പാക്കാമായിരുന്നു. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രമാണങ്ങൾ വ്യക്തമായി ബഹുജനങ്ങളിൽ സമർപ്പിക്കുന്ന വളരെ വിരലിലെണ്ണാവുന്ന പണ്ഡിതന്മാരെ നമ്മുടെ നാട്ടിലുള്ളൂ. ആ കൂട്ടത്തിലുള്ള ആളുകളെയാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ തന്നെയാണ് നീ അറിഞ്ഞോ അറിയാതെയോ പരിഹസിച്ചത്, ഇൻസൾട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വയം വില കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചു വരാനും തിരുത്താനൊക്കെ ധാരാളം സമയമുണ്ട്. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ അബ്ദുറൌഫ് നദവിയുടെ കൂടെ ഇരിക്കാതെ ഈ ഗുഹയിൽ കയറിയിരിക്കുന്ന വിമർശനമുണ്ടല്ലോ, അതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പ്രതികരണത്തിലേക്ക് ഇറങ്ങാൻ കാരണമായത്. തൗഫീഖിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖും പ്രാപ്തിയൊക്കെ ഇത്രയൊക്കെ തന്നെ അന്നും ഇന്നും ഉള്ളൂ എന്നാണ് അയലക്കാട് സംഗമവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. എന്താണ് അൽഹ് എന്നറിയോ തൗഫീഖെ? അത് സിഹറിൽപ്പെട്ടതാണ്. ഇസ്ലാം വിരോധിച്ച കുഫറിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ കുഫറായിട്ടുള്ള സിഹറിന്റെ ഒരു ഇനമാണ് അൽഹ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, അലാ ഉനബ്ബിഉക്കും മൽ അൽഹു. അൽ അൽഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില റിപ്പോർട്ടിൽ ഇളത്ത് എന്നാണുള്ളത്. അതെന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഹിയ നമീമ അൽ ഖാലത്തു ബൈനന്നാസ്. ആളുകൾക്കിടയിൽ നടത്തുന്ന ഒരു സംഭാഷണം, ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇവിടെ തെറ്റിക്കുന്നത് പലരും വാപ്പാനെയും മക്കളെയും തെറ്റിക്കുകയാണ്, അമ്മോശനെയും മരുമക്കളെയും തമ്മിൽ തെറ്റിക്കുകയാണ്, സഹോദരങ്ങളെ തെറ്റിക്കുകയാണ്. ഈ ഫിത്തന സംഘത്തെ പരിശോധിച്ചാൽ അവർ സ്വയം തന്നെ കുടുംബത്തിൽ വളരെ മോശമായ അകലം സൃഷ്ടിച്ചു കൊണ്ടുപോവുകയും ഇണക്കത്തിൽ കഴിയുന്ന ആളുകളെ തെറ്റിക്കാൻ വേണ്ടി ദുരൂഹമായ പ്രവർത്തനങ്ങളിൽ അഭിരമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്
നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അള്ളാഹു അവർക്ക് വിശാലത കൊടുക്കട്ടെ, ദുആ ചെയ്യാനേ പറ്റുള്ളൂ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ജനങ്ങൾക്കിടയിൽ നമീമത്തുമായി നടന്ന് അവരെ പരസ്പരം അകറ്റുകയും തമ്മിൽ തെറ്റിക്കുകയും ഇസ്ലാം പഠിപ്പിക്കുന്ന മുഴുവൻ ഇണക്കമാണ്. ഇണങ്ങാനും ബന്ധം ചേർക്കാനും പഠിപ്പിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ വെച്ച് ബന്ധം മുറിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ ഗൗരവാവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിനു പകരം ബന്ധം വിച്ഛേദിക്കുന്നത് അതൊരു പ്രവർത്തനമായി കാണുന്ന തക്ഫീരി സംഘത്തിന്റെ കെണിയിലാണല്ലോ നമ്മുടെ തൗഫീഖ് പെട്ടുപോയത് എന്ന സങ്കടമാണ് എനിക്ക്. ഇതേ വിഷയത്തെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അതദറൂനമൽ അൽഹു, അൽഹ് എന്താണെന്നറിയാമോ? ഖാലു, സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലും നന്നായി അറിയുന്നവനാണ്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ്ടായി, കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. നഖ്ലുൽ ഹദീസി മിൻ ബഅദിൻ നാസ് ഇലാ ബഅദ്, ചില ആളുകളിൽ നിന്ന് ചില വർത്തമാനങ്ങൾ, മനസ്സിലായില്ല, അവർ സ്വകാര്യമായി പറഞ്ഞ വർത്തമാനങ്ങളായിരിക്കും, അത് മറ്റു ചില ആളുകളിലേക്ക് അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കില്ലേ, അതിന്റെ പേരാണ് അൽഹ്. എന്തിനാ അത് ചെയ്യുന്നത്? ലിയുഫ്സിദൂ ബൈനഹും, അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ തൗഹീദുള്ളവർക്കിടയിൽ, സലഫിയത്തുള്ളവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകളുടെ വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന അൽഹ് എന്ന പ്രവർത്തനം വിരോധിക്കപ്പെട്ട സിഹറിന്റെ ഗണത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് തൗഫീഖിന്റെയും മനസ്സിലുണ്ടായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഗൗരവത്തിലാണ് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത്. നിനക്ക് ഇത് തുടക്കം കുറിച്ചത് സാജിദിന്റെ ആ വലയത്തിൽപ്പെട്ടുകൊണ്ട്, ആ ദമ്മാജിസത്തിന്റെ കെണിയിൽപ്പെട്ടുകൊണ്ട്, ഒരു പക്ഷേ ദമ്മാജിസം എന്താണെന്ന് മുഹ്സൻ അറിയാൻ സാധ്യതയല്ല, പക്ഷെ ആ കെണിയിൽപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു പക്ഷേ മുഹ്സനും നിയാഫുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കാൻ അള്ളാഹു അവസരം കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കാം. ഈ മുഹ്സിൻ നേരത്തെ ഒരു മർക്കസ് നടത്തിയിരുന്നു കല്ലായിൽ. അന്ന് ആ മർക്കസ് നടത്തരുത് എന്ന് മുഹ്സിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാണ് മുഹ്സിൻ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്? അന്ന് ബാംഗ്ലൂരിൽ കുല്ലിയത്തുൽ ഹദീസിൽ കുറച്ചു കാലം അവിടുന്ന് അത് പഠിച്ച് അത് ഉൾക്കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പിരിഞ്ഞു പോകുന്നില്ലേ? അപ്പൊ അന്ന് ആ കുല്ലിയത്തുൽ ഹദീസിലെ ഷെയ്ഖുമാർ, എനിക്ക് നേരിട്ട് പരിചയമുള്ള ഷെയ്ഖുമാർ, അവർ മുഹ്സിന് ഈ നസീഹത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? നീ ഇപ്പം മർക്കസ് നടത്തരുതെന്ന്. അപ്പൊ അതിനു മുമ്പേ ഞാൻ വലിയ ഷെയ്ഖുനെയാണ്, വലിയ ഷെയ്ഖാണ് എന്നുള്ള നിലക്ക് ഒന്ന് കൃത്യമായി ഒരു ക്ലാസ് എടുക്കാനുള്ള യോഗ്യതയും തസ്കിയയും ഒക്കെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ? അപ്പൊ ചോദിക്കും, നിങ്ങളൊക്കെ ക്ലാസ് എടുക്കാനുള്ള തസ്കിയ എവിടെയാണ്? ഞങ്ങൾ നിങ്ങളെ ആ തസ്കിയ ഉണ്ടെങ്കിലേ നടത്താവൂ എന്നുള്ള ആൾക്കല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അത് നമ്മൾ തുടർന്ന് വരുന്നു. ആ നിലക്ക് മുഹ്സിൻ ക്ലാസ് എടുക്കുന്നതിന് നമുക്കൊരു വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ മുഹ്സിൻ ഒരു മർക്കസ് നടത്താൻ മാത്രമൊന്നും പാണ്ഡിത്യവും യോഗ്യതയും ഉള്ള ആളായിരുന്നില്ല എന്ന് മുഹ്സിനെ പഠിപ്പിച്ച അധ്യാപകർ തന്നെ പറഞ്ഞിട്ടില്ലേ? തൗഫീഖും അതേ സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ അത് പൂർത്തീകരിക്കാതെ കടന്നു പോകുന്ന ആളല്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണം. എന്നിട്ടോ ഇനി ആഷിഖ് ബിൻ അബ്ദുൽ അസീസിനോട് ചോദിച്ചറിയാം. എന്ത്? ബാംഗ്ലൂരിലുള്ള കുല്ലിയത്തുൽ ഹദീസിലെ ഷെയ്ഖുമാർ ആ കല്ലായിൽ മർക്കസ് തുടങ്ങിയ സമയത്ത് നടത്തരുത് നസീഹത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല? നമ്മുടെ മുഹ്സിന് നസീഹത്ത് കൊടുക്കാൻ മാത്രമേ അറിയൂ, നസീഹത്ത് സ്വീകരിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ നസീഹത്ത് സ്വീകരിക്കാൻ അറിയില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ, മനസ്സിലായില്ലേ? ഇനി ഉലമാക്കളിലേക്ക് വരുന്നില്ല എന്ന് ആക്ഷേപിച്ച് ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് തൗഫീഖ് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോട് ഞങ്ങൾ പറയാണ്, ഏത് വിഷയത്തിലെന്ന് ക്ലിയറായി വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു? തലക്കെട്ട് പറഞ്ഞാൽ പോരാ, ഏതാണ് നമുക്ക് ഉലമാക്കളിൽ നിന്ന് കിട്ടേണ്ടത്? ഉലമാക്കളിലേക്ക് നേരത്തെ ഞാൻ വിഷയം സൂചിപ്പിച്ചു. തൊടുപുഴയിലുള്ള സഹോദരൻ ഒരു ഗ്രൂപ്പിൽ, അവരുടെ ഒരു ഗ്രൂപ്പിൽ ഹാഷിം സലാഹിയൊക്കെ അഡ്മിനായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ, വാടാനപ്പള്ളിയിലെ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ ഉണ്ടായിരുന്ന അവിടുന്ന് പുറത്താക്കപ്പെട്ട ഒരു ഫ്രോഡുണ്ട്, അയാളൊക്കെ അഡ്മിനായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിലാണ് ഈ വിഷയം വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ആ സഹോദരൻ പറഞ്ഞപ്പോൾ എന്നോട് വ്യക്തമായി അദ്ദേഹം ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്നോട് ഈ സഹോദരൻ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വിഷയം എടുക്കുന്നുണ്ട്, നിങ്ങൾ ഉലമാക്കളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്നാ തയ്യാറാകാത്തത്? എപ്പോഴാണ് വരേണ്ടത്? ആരുടെ കൂടെയാണ് വരേണ്ടത്? ഏത് വിഷയത്തിലാണ് വരേണ്ടത്? അതൊക്കെ നമ്മളൊന്ന് തീർപ്പാക്കണമല്ലോ. അല്ലാതെ ബഹുജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ടിക്കറ്റ് ഞങ്ങൾ എടുത്തരാം, ഞങ്ങളെന്താ വരാൻ റെഡിയാവാത്തത് എന്ന് പറയുന്ന ആ ഒരു ആരോപണം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ആ ഒരു ഏർപ്പാടുണ്ട്, ഒരു വൃത്തികെട്ട ശൈലിയിലുള്ള ഏർപ്പാട്. അതിന് നമ്മൾ എന്ത് മറുപടി പറയാനാണ്? ഞാൻ അയലക്കാടിന്റെ വിഷയം തന്നെ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഇരിക്കാമെന്ന് അയലക്കാട് സംഗമത്തിൽ പറഞ്ഞതിന് തൗഫീഖിന്റെ കാത് സാക്ഷിയായിരുന്നില്ലേ? അത് പറഞ്ഞപ്പോൾ ഈ നസീഹത്ത് കത്ത് നിങ്ങൾ ഇപ്പം തന്നെ പണ്ഡിതന്മാരെ കൂടെ ഇരുന്നിട്ട് നസീഹത്ത് കത്ത് ഞാൻ പുറത്തു വിടും എന്ന് പറഞ്ഞ് മുഹ്സിന് ശൈത്താൻ ഇളകിയതിന് തൗഫീഖിന്റെ കണ്ണും സാക്ഷ്യം വഹിച്ചതല്ലേ അന്ന് അയലക്കാട് സംഗമത്തിൽ? പണ്ഡിതരുടെ അരികിൽ ഇരിക്കില്ലെങ്കിൽ
ഞങ്ങൾ ഇരിക്കൂല എന്നാണോ പറഞ്ഞത്? അല്ല, അതൊന്ന് ചർച്ച ചെയ്യണം, ആ വിഷയം ഒന്ന് വ്യക്തമാക്കാൻ അവസരം തരണം, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ അത് ഇരിക്കേണ്ടതാണോ എന്ന് പരിശോധിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും മുഹ്സിന്റെ പിതാവിന്റെ പ്രായമില്ലേ ഇത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉലമാക്കളിലേക്ക് വരാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയും വ്യക്തമാക്കി. അപ്പോഴാണ് ഇന്ന് വേറൊരു പണിയില്ലാതെ വാട്സാപ്പ് പ്രൊഫസറായി നടക്കുന്ന ഒരു പിൻസി ഡ്രൈവർ ഉണ്ട് കോട്ടക്കൽ പരിസരത്ത്. മൂപ്പര് പറഞ്ഞ വാചകം എന്താണ്? ഞാൻ വേണമെങ്കിൽ വോയിസ് കേൾപ്പിക്കാം. അദ്ദേഹം ചോദിക്കുകയാണ്, ആരുമായിട്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടത്? എന്താണ് ഇവരൊക്കെ ഉലമാക്കളെ കുറിച്ച് വിചാരിച്ചത്? അങ്ങാടിയിലെ പാട്ടുപാടി പൈസ പിരിക്കുന്ന അന്ധന്മാരെ പോലെ ഇങ്ങനെ കൊടുത്തതൊക്കെ വാങ്ങി നടക്കുന്ന അതുപോലത്തെ ആളുകളാണോ ഈ ഉലമാക്കൾ? തൗഫീഖെ, ഇത് ചോദിച്ചത് നിങ്ങളുടെ പിൻസി ഡ്രൈവറാ, ഞങ്ങളല്ല. ഇത് ഞങ്ങളാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ ഉലമാക്കളുടെ കൂടെ ഇരിക്കാൻ തയ്യാറാണ്, വിഷയം ക്ലിയർ ആക്കിയിട്ട് വാ എന്ന് ആ സഹോദരനോട് പറഞ്ഞു. ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് നമുക്ക് ചീത്ത. ഇതെന്താ ഉലമാക്കൾ തന്നെ അങ്ങനെ ഇരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണോ? ഇതെങ്ങനെ ഞങ്ങളാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലായില്ലേ? ഇതൊരു ഗ്രൂപ്പിൽ അദ്ദേഹം സംസാരിച്ചതിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. ആരാണ് തൗഫീഖ് ഉലമാക്കളെ പുച്ഛിക്കുന്നത്? ചിന്തിക്കണം. ഇത് ഒതുക്കങ്ങളുള്ള ഒരു വാട്സാപ്പ് പ്രൊഫസറുടെ വോയിസാണ്. മനസ്സിലായില്ലേ? ആരാണ് റോങ് ഫത്വ കിട്ടുമെന്ന് പറഞ്ഞത്? സാജിദാണ്. ബാക്ക് ടു ഉലമ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് പൂട്ടിപ്പോയത് ഞങ്ങൾ ഉലമാക്കളിലേക്ക് വരാൻ തയ്യാറാകാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് അതിലെന്താണ് ചോദ്യം? എറണാകുളത്തുള്ള ഷമീം സാഹിബ് ചോദ്യത്തിന് പ്രസക്തമായ ഭാഗങ്ങൾ കൊടുത്തു. ഞാൻ അതിലേക്ക് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്തു കൊടുത്ത് ഞാൻ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അതേപോലെ അങ്ങനെ പല വിഷയങ്ങൾ അതിനോടനുബന്ധിച്ചാണല്ലോ ഈ ബാക്ക് ടു ഉലമ ഉണ്ടാവുന്നത്. ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. അത് പിരിച്ചുവിട്ടതാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ, കാഞ്ഞങ്ങടെ അസ്ഹറും മറ്റും. എന്താ സംഗതി? അവിടെ ഈ ചോദ്യങ്ങളുടെ സ്വഭാവങ്ങൾ കണ്ടു ഇവിടുത്തെ നിലവിലുള്ള ശരിയായ പശ്ചാത്തലം വ്യക്തമാക്കിയിട്ടാണ് ചോദ്യം എടുക്കേണ്ടത് എന്ന ചർച്ച വന്നു. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്യാമെന്നും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പാടില്ല എന്നെങ്ങനെ മനസ്സിലായി? ബാക്ക് ടു ഉലമ എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഞങ്ങളാണോ? അല്ല, തക്ഫീരി സംഘത്തിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിൽ ഞങ്ങളുടെ പച്ചയിറച്ചി നിന്നായിരുന്നു മിക്ക സമയത്തും. എന്നിട്ടും ഞങ്ങൾ ക്ഷമയോടുകൂടി അവിടെ കാത്തിരുന്നു. ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ അടുക്കുന്ന പഠിക്കുന്ന ആളുകളാണ് എന്നുള്ള നിലക്ക് തന്നെ ഞങ്ങൾ കാത്തിരുന്നു. അങ്ങനെ ആ ബാക്ക് ടു ഉലമ എന്നുള്ള ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ ഇങ്ങനെ അതിന്റെ വശങ്ങൾ ഓരോന്നും നാലും പേരും തിരിച്ചു വരാൻ തുടങ്ങിയപ്പം ഞങ്ങളൊക്കെ അവിടെ ഉള്ളത് അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. സാജിദ് അവിടെ പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ റോങ് ഫത്വയാണ് കിട്ടുക. പിന്നെ ആ ഗ്രൂപ്പ് പിരിച്ചുവിടുന്ന നമ്മൾ കണ്ടത്. ഇപ്പൊ സാജിദ് കബളിപ്പിക്കുന്ന വർത്തമാനമല്ലേ? നമ്മൾ ഏതെങ്കിലും റൂമിലിരുന്ന് തർക്കം നടത്തുന്നതിന് കുതർക്കം നടത്തുന്നതിനു പകരം നമ്മൾ ഉലമാക്കളിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് എന്ന് ഗീർവാണം മുഴക്കിയാൽ സാജിദ് അത് കാപ്പട്യമല്ലേ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ ചോദിക്കാനുള്ളത്. ഇനി ആ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ വാട്സാപ്പ് പ്രൊഫസർ പണ്ഡിതന്മാരടുത്തേക്ക് പോകുന്നതിന് നമ്മളെ കളിയാക്കി. അയാൾ ഉപയോഗിച്ച വാക്കാണ് എന്ത്? അങ്ങാടിയിലെ പാട്ടുപാടി പൈസ പിരിക്കുന്ന അന്ധന്മാരെ പോലെ ഇങ്ങനെ കൊടുത്തുമൊക്കെ വാങ്ങി നടക്കുന്ന അതുപോലത്തെ ആളുകളാണ് ഈ ഉലമാക്കൾ. ഞാനല്ല ചോദിച്ചത്, ഒതുക്കങ്ങളിലെ വാട്സാപ്പ് പ്രൊഫസറാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? അദ്ദേഹം അവിടെ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിവിടെ തരാം, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ തരാം. എന്താ അദ്ദേഹം പറയുന്നത്? അതായത് എന്റെ പേരെടുത്തു പറഞ്ഞു, ഷംസുദ്ദീൻ എന്ന എന്റെ പേരെടുത്തു പറഞ്ഞിട്ട് സഹോദരൻ പറയാണ് അവർ ഉലമാക്കൾ കൂടെ ഇരിക്കാൻ തയ്യാറാണ്. കാരണം നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് പരാതി പറയുന്നു. ഇവിടെ തൗഫീഖ് വെല്ലുവിളിക്കുന്നു വീണ്ടും. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് തയ്യാറാണ് എന്ന് പറഞ്ഞു. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി മധ്യസ്ഥനായി വരാൻ ഏതൊരു സുഹൃത്ത്, എനിക്ക് നേരിട്ട് പരിചയമല്ല അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? എന്നെക്കുറിച്ച് ആ വാട്സാപ്പ് പ്രൊഫസർ പറഞ്ഞ വരി എന്താണ്? സ്ക്രീൻഷോട്ട് ഞാൻ തരാം. അദ്ദേഹം പറയാൻ ഞാൻ വായിക്കണം. സഹോദര, ഒരിക്കൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന്റെ ദുരന്തമാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ താങ്കളോട് ഒരുമിച്ചിരിക്കാൻ സമ്മതം അറിയിച്ച ആ ടിയാൻ ആണ് എല്ലാ ഫിത്നയുടെയും ഒന്നാം പ്രതി. നഊദു ബില്ലാഹ്. അള്ളാഹുവിന് സാക്ഷിയെടുത്തുന്നു, ഈ വാട്സാപ്പ് പ്രൊഫസർ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, കള്ളമാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഒരു മസ്ലഹത്തിന് വേണ്ടി ഒരുങ്ങി വരുമ്പം നമ്മളെ പ്രതി ചേർക്കുന്ന ഈ തമ്മാടിത്തമുണ്ടല്ലോ, തക്ഫീരിയത്തിന്റെ ഫിത്നയുണ്ടല്ലോ, അത് നമ്മൾ തുറന്നു കാണിക്കും. എന്നിട്ട് മൂപ്പര് പിന്നെയും പറയാ, അയാൾക്ക് രണ്ടു മുഖമുണ്ട്. താങ്കളെപ്പോലുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു മുഖവും, അവർക്കിടയിൽ ചെന്നാൽ മറ്റൊരു മുഖവും. അത് തിരിച്ചറിഞ്ഞവരാണ് ഞാനടക്കമുള്ള പലരും. മനസ്സിലായില്ലേ? എന്നിട്ടിപ്പം പ്രൊഫസറായിട്ട് ഫത്വയും കൊടുത്ത് വലിയ ക്ലാസ് എടുത്ത് നടക്കുക. എവിടുന്നാണ് ഈ വാട്സാപ്പ് പ്രൊഫസർമാർക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനും അതേപോലെ തന്നെ ഗണ്ണിക്കാനും ഒക്കെയുള്ള തസ്കിയ കിട്ടിയത് എന്ന് അവർക്കെതിരെ തിട്ടൂരമൊന്നും ഇറക്കാൻ തൗഫീഖിന്റെ പക്കൽ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നതാണോ ഈ ദീനി ദഅവത്ത് നടത്താനുള്ള യോഗ്യത എന്ന് തൗഫീഖ് പറയണം. മനസ്സിലായില്ലേ? അപ്പൊ കണ്ടമുറി ക്ലിപ്പുകൾ കേൾപ്പിച്ച് കുഞ്ഞു ത്വാലിബുകളെ വസ്വാസിലാക്കി നടത്തുന്ന ഈ ദഅവത്ത് ഏത് സലഫിയത്താണ്? അവർക്കെതിരെ നസീഹത്ത് കൊടുക്കാൻ മുഹ്സിന്റെ കയ്യിലില്ലേ?
അതേപോലെ തന്നെ തൗഫീഖിന്റെ കയ്യിലില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പഠിക്കുന്ന സ്ഥലത്തൊന്നും അവിടുത്തെ സിലബസ് പോലും പൂർത്തിയാക്കാൻ പ്രാപ്തിയില്ലാത്ത നിങ്ങളിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ അതാണ് പ്രശ്നം. അവിടെ മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും അറിയാത്തതല്ല. അതുകൊണ്ട് സാജിദിന്റെ അടിസ്ഥാനമില്ലാത്ത ആ ദമ്മാജിസം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സക്കരിയ സ്വലാഹി അന്ന് പറഞ്ഞ ആ കാര്യം അത് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അത് കൃത്യമായി ഞങ്ങൾ തുറന്നു കാണിക്കും. അത് അൺമാസ്കിംഗ് ആണ്, പക്ഷെ ഞങ്ങൾ മാസ്ക് ഇടാതെ തന്നെ അത് തുറന്നു കാണിക്കും കൃത്യമായിട്ട്. എന്നാൽ ആരോ പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ഫിത്തന ഉണ്ടാക്കുന്ന ഈ ആളുകളെ ബഹുജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഇതുപോലുള്ള സന്ദർഭങ്ങൾ കാരണമായിട്ടുണ്ട്. ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ മസ്ലഹത്ത് എന്ന് പറയുന്നത് അയലക്കാട് തുടങ്ങിയതല്ല. കൊറോണയുടെ ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ, ഒരു കുറച്ച് വർഷങ്ങൾ നമ്മൾ പരസ്പരം കൂടുതൽ അടുക്കാനും അതേപോലെ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കേണ്ട ഒരു സന്ദർഭം നമുക്കുണ്ടായല്ലോ. ആ സന്ദർഭം അത് വരുന്നതിന് തൊട്ടു മുമ്പ് സാജിദ് അസുഖമായി കിടക്കുന്ന സമയത്ത് ബഹുമാന്യനായ അബ്ദുറൌഫ് നദ്വി സാജിദിന്റെ അരികിൽ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല നിലക്ക് എന്തെങ്കിലും വിഷയങ്ങൾ, കാരണം സലാഹി തുടങ്ങി വെച്ച ആ ഒരു മസ്ലഹത്തിന്റെ ശ്രമം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രായം ചെന്ന മുതിർന്ന ആളുകൾ സാജിദിന്റെ വീട്ടിൽ പോയി. സാജിദ് പറയട്ടെ അതിന്റെ നിലപാടെന്താണ്, അതെന്തൊക്കെ സംഭാഷണങ്ങളുണ്ടായത്. അന്നുണ്ടായ സംഭാഷണങ്ങളും സാജിദ് തന്ന വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായി പിന്നെ സാജിദ് തന്നെ മറ്റൊരു ചേരിയിലേക്ക് പോയി, പിന്നെ അതൊരു തക്ഫീരിസമായി മാറി എന്നുള്ളത് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. സാജിദിന്റെ രണ്ട് മുഖം, ഇപ്പൊ വാട്സാപ്പ് പ്രൊഫസർ പറഞ്ഞ രണ്ട് മുഖം ഉണ്ടല്ലോ, ഒരിടത്തൊരു മുഖവും ഒരു ടീമിലേക്ക് പോകും മറ്റൊരു മുഖവും കാണിക്കുന്നതും അത് സാജിദിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്താണ്. അന്ന് സാജിദിന്റെ വീട്ടിൽ പോയി സംസാരിച്ചു. എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പരസ്പരം പൊരുത്തപ്പെടിക്കാം. വാക്കുകൾ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, നല്ല നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ചധികം സമയം ഞങ്ങൾ സാജിദിന്റെ വീട്ടിലിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ രോഗി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുകയും അതേസമയത്ത് അതിനേക്കാൾ കൂടുതലായി മസലഹത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് എത്ര നല്ല നിലക്കാണ് അവിടുന്ന് കെട്ടിപ്പിടിച്ചു പിരിഞ്ഞത്. സാജിദ് ഇത് മറച്ചു വെക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് അവിടെ നിങ്ങൾ പറഞ്ഞു അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് മുഹ്സൻ ഐദീദിന്റെ അടുത്തേക്കും അതിനുശേഷം നിയാഫ് ബിൻ ഖാലിദിന്റെ അടുത്തേക്കുമാണ്. എന്തൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ കൊറോണയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ യാത്രകൾ മുടങ്ങി എന്നുള്ളതൊരു വസ്തുതയാണ്. മസ്ലഹത്തിന് ഞങ്ങൾ കൃത്യമായ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. മസ്ലഹത്തിന് ഇറങ്ങിയ പലർക്കും ആത്മാർത്ഥമായ സതുദ്ദേശം ഉണ്ടായിരിക്കാം, അത് നമ്മൾ നിഷേധിക്കൂല. ആ സതുദ്ദേശത്തെ ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ചിലരുടെ ഒത്താശയോടെ ആ മീറ്റിംഗ് വ്യക്തമായി ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ആ നേരത്ത് നമ്മൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ നമുക്കത് ബോധ്യപ്പെടുത്തി. മുഹ്സിന്റെ ഒരു ഫിതനക്കത്ത് ചർച്ച ചെയ്യാനാണ് ആ യോഗമുണ്ടായിരുന്നത് എന്നിടത്തേക്ക് മനഃപൂർവ്വം ആ യോഗത്തെ വഴിതിരിച്ചു വിട്ടതിൽ മധ്യസ്ഥരായ ചില ആളുകൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാനാണ് യോഗം എന്നിടത്തേക്ക്. അത് ചർച്ച ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ വിളിക്കുമ്പോൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? മുഹ്സിൻ ഐദീദ് അബ്ദുറൌഫ് നദ്വിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കത്തുണ്ട് എന്നുള്ള വിവരം തന്നെ നമ്മൾ ആ സമയത്തല്ല അറിയുന്നത്, അല്ലെങ്കിൽ അന്നല്ലേ അറിയുന്നത്. അപ്പം അത് ആ വിഷയത്തിൽ അവിടെ ചർച്ച ഉണ്ടാവും, അതിൽ തീർപ്പാക്കണം, അതിൽ ഉലമാക്കളടുത്തേക്ക് പോകണം, എന്നിട്ട് നമ്മളെ അഖീദ മനജ് തീരുമാനിക്കണം. കാരണം സ്വാഗത സംഭാഷണത്തിൽ തന്നെ സലാഹുദ്ദീൻ നദീരി പറയുന്നുണ്ട്, അഖീദയിലും മൻഹജിലും വ്യതിയാനമുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ആരെങ്കിലും വേർതിരിച്ച് നിർത്തേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അവിടെ മുഹ്സിൻ ഉന്നയിച്ച എന്താ, അഖീദ മൻഹജിൽ വ്യതിയാനം ഉണ്ട് എന്നാണ്. ഇപ്പം അവർ ചെയ്ത പണി എന്താ, നമ്മളെ മാറ്റി നിർത്തി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് ഇടക്കിടക്ക് ഓരോരുത്തർ ഇങ്ങനെ പിന്നെ ഞാഞ്ഞൂര് പൊന്നുന്നമാതിരി പൊങ്കി വരും. അവരെ കൊണ്ടൊക്കെ നമ്മളെ മാറ്റി നിർത്താനുള്ളത് ഇനിയും വരാനായിട്ട് നമുക്കറിയാം. ഇനിയും പല ആളുകളെ കൊണ്ടും പല കുട്ടികളെ കൊണ്ടും നിങ്ങൾ ഈ പരിപാടി ഇനിയും എടുപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഫിത്തനയുടെ പ്രവർത്തനമായി ബഹുജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ മുഹ്സിന്റെ ആ ഫിത്തനക്കത്ത് ചർച്ച ചെയ്യാനാണ് ഈ പിന്നെ അയിലക്കാട് യോഗം എന്നിടത്തേക്ക് വഴിതിരിച്ച് ഒരു സംഘം തികഞ്ഞ ദുരൂഹത ഇതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിന് അവരാണ് ഹൈജാക്ക് ചെയ്തത്. അതിലുള്ള കൂടുതൽ ദുരൂഹതകൾ നമുക്ക് പിന്നീടാണ് വ്യക്തമായത് എന്നും ആ ഈ മസ്ലഹത്തിനെ കുറിച്ച് നമ്മൾ പിന്നീട് അയിലക്കാട് മസ്ലഹത്തുമായി വന്ന ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ആ നിലക്ക് മുതിർന്നവർ തുടങ്ങി ആ മസ്ലഹത്ത് തന്നെ പൂർത്തീകരിക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ ആ മസ്ലഹത്ത് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഈ അയിലക്കാട് മസ്ലഹത്ത് ഉണ്ടായത് എന്ന് പോലും ചിന്തിക്കാൻ തക്കവണ്ണമാണ് പിന്നീട് നമ്മൾ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്ന് കാണാൻ സാധിക്കും. ഞങ്ങളത് ചെയ്തു. അതിനുശേഷം കുറച്ചൊരാശ്വാസം വന്നു. ക്ലാസ്സുകളൊക്കെ തുടങ്ങി ഈ മസ്ലഹത്തുകൾ വീണ്ടും കൊണ്ടുവന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചു. MSS ഓഡിറ്റോറിയത്തിൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ നദ്വിയും കൂട്ടരും കോഴിക്കോട്ടുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് നിയാഫ് ബിൻ ഖാലിദിനെ ക്ലാസ്സിന് വിളിച്ചല്ലോ. നിയാഫ് വന്നു. അന്ന് അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വേണ്ടി വന്ന സമയത്ത് ആ MSS ഓഡിറ്റോറിയത്തിന് മുറ്റത്ത് വെച്ച് അബ്ദുറൌഫ് നദ്വി സാജിദിന്റെ അരികിൽ പോയ കഥ പറഞ്ഞു, നിയാഫിനോട് കാര്യം പറഞ്ഞു. എന്നിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു. നമുക്ക് ഇരിക്കാലോ എന്ന് നിയാഫ് പറഞ്ഞു.
ആ ഇരുത്താണ് അയലക്കാട് അവർ നമുക്ക് കാണിച്ചു തന്നത്. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി മസ്ലഹത്ത് ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളും വിഷയങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി പരസ്പരം പങ്കുവെക്കാം. ദീനാണെങ്കിൽ പരസ്പരം തെളിവ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ തെളിവുകൾ സമർപ്പിച്ച് ഐക്യത്തോടെയും ഇണക്കത്തോടെയും മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച നമ്മുടെ ഉസ്താദുമാരെയും മുതിർന്ന ദാഴിമാരെയുമാണ് നീ കരിവാരി തെറ്റത് എന്ന് തൗഫീഖെ മനസ്സിലാക്കിക്കൊള്ളുക. റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇനി എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഹാഷിം സലാഹിയോട് എനിക്ക് പ്രത്യേകം ഒരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ഇവിടെ ഇന്ന ആളുകളുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല, ഇവർ അഖീദയിൽ പുറത്താണ്, മൻഹജിൽ പുറത്താണ് എന്ന തിട്ടൂരങ്ങൾ അത് പറയുന്ന ആളുകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ. ശരി, കാരണം ആദ്യം പറഞ്ഞൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പുതിയ പുതിയ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാം. നിങ്ങളെ കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകാരികത സൃഷ്ടിക്കുന്ന കുറച്ച് അടിമകളും ഉണ്ട്. അവരിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിലാകാം. അള്ളാഹു വിശാലതയോടുകൂടി യഥാർത്ഥ സലഫിയത്തിന്റെ അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പഠനത്തിലും ദഅവത്തിലും മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്നാണ് എനിക്ക് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യാനുള്ളത്. ഞാൻ പ്രത്യേക ഒരു കാര്യം ചോദിക്കുന്നത്, വാടാനപ്പള്ളിയിലെ മർക്കസ് തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ സജീവമായ യാത്രയിലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പങ്ക് വഹിച്ചിരുന്നത് സക്കരിയ സ്വലാഹി റഹിമഹുള്ളയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേർന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആ മർക്കസിനോട് എന്തെങ്കിലും ആദർശപരമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പോകുന്നതല്ല. ഞാൻ എൻ്റെ ജോലിയിലെ വ്യത്യാസം കൊണ്ട് ജോലി മാറിയപ്പോൾ പോന്നു എന്നല്ലാതെ അവിടെ ആ സ്ഥാപനത്തോടോ അതിൻ്റെ ആളുകളോടോ അവരുടെ ആദർശം കൊണ്ട് ഇതിലൊന്നും ഒരു വ്യത്യാസം പുലർത്തി പോകുന്നതല്ല. ചില ഫ്രോഡ് പ്രവർത്തിക്കുന്ന ആളുകൾ അതിൻ്റെ സംഘാടനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തെ അതിൽ നിങ്ങൾ പ്രത്യക്ഷമായിട്ടെങ്കിലും മാറ്റി നിർത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അതിനോട് പ്രത്യേകിച്ച് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ദഅവ പ്രവർത്തനങ്ങൾ, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, സംഗമങ്ങൾ, മറ്റ് ഏർപ്പാടുകൾ, അതിൽ നേരത്തെയൊക്കെ നിരന്തരമായി വന്നിരുന്ന അബ്ദുറൌഫ് നദ്വി, ബഷീർ സലഫി, അബൂബക്കർ മൗലവി പോലുള്ള ആളുകൾ, ഞാൻ അടക്കമുള്ള ആളുകൾ പിന്നീട് എന്തുകൊണ്ടാണ് അവിടെ എത്താത്തത്? ഇതിന് ഹാഷിം സലാഹി ഒരു മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇതൊന്നും നമ്മൾ എടുത്തു പറയാൻ ഉദ്ദേശമല്ല. നമ്മളൊക്കെ സംയമനത്തോടുകൂടി സബറോടുകൂടി ഇങ്ങനെ പോവാണ്. വേറെ ചില ആളുകൾ ഞങ്ങളില്ലെങ്കിൽ മാത്രമാണ് സഹകരിക്കുക, ഫണ്ട് തരിക എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല, അത് നിങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. എന്തുപറ്റി? ഇതല്ലേ? അപ്പോൾ ഒരു കൂട്ടർ വാക്കുകൊണ്ട് പുറത്താക്കുന്നു, വേറെ കൂട്ടർ പ്രവർത്തനം കൊണ്ട് പുറത്താക്കുന്നു എന്നാണ് ഞാൻ അതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്നാൽ ഞങ്ങൾ വളരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആ സംരംഭവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളിൽ അത് അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. അവിടെ സജീവമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അവിടുത്തെ ദഅവാ സംരംഭങ്ങളിൽ അബ്ദുറൌഫ് നദ്വിയെ പോലുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നില്ല? അത് നിങ്ങൾ വ്യക്തമാക്കണം. നദ്വി ഞാൻ വരൂല എന്ന് പറഞ്ഞുകൊണ്ടാണോ? എന്നോട് വ്യക്തിപരമായി ഒരിക്കൽ പോലും അവിടെ അങ്ങനെ ഒരു പരിപാടി നിങ്ങളിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വരണം, നിങ്ങൾ ഇവിടെയുള്ള ആളല്ലേ, എനിക്ക് നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വന്നൂടെ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളാം. നമുക്ക് അറിയാനോ അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാനോ ഉള്ള ഒരു സാവകാശം ഇല്ലാതിരിക്കാൻ തക്കവണ്ണം എന്താണ്, മറിച്ച് ഞങ്ങൾക്കെതിരെ തിട്ടൂരം പുറപ്പെടുവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ ചാൻസ് ഉണ്ട്. അവർ വേണമെങ്കിൽ നാളെ ആ സ്ഥാപനത്തിന്റെ മേധാവികളുമായി തീരും. അത് കാണാനും ഒരുപക്ഷെ സാധിക്കും എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്കുള്ള അനുഭവം, ചില സ്ഥലത്തൊക്കെ ഒരു പ്രോഗ്രാം നോക്കുമ്പം അതിൽ ഞങ്ങളെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കണം എന്ന് പറയും. ഒന്നുകിൽ ബഷീർ സലഫി, അല്ലെങ്കിൽ നദ്വിയെ, അല്ലെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയും. കൂടെ ഞങ്ങളും കൂടി ഒരുമിച്ചുകൊണ്ട് ഇപ്പോൾ ഐക്യത്തിന്റെ ആളുകൾ ആരാണ്, ഭിന്നിപ്പിന്റെ ആളുകൾ ആരാണ് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ തുറന്നു പറയാം. പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അനുഭവമുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പായിപ്പാട് നമുക്ക് അനുഭവമുണ്ട്. അസരിയയുടെ ആളുകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടി ചേർന്ന് നമുക്ക് ഒരുമിച്ച്, അപ്പോൾ അവർ ഐക്യവും ഇണക്കവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പം ഞങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കറക്റ്റായിട്ട് വന്നു കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷേ ആരാണ് വരാൻ കൂട്ടാക്കാത്തത്? വയനാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ അവിടെ പരിപാടി നടക്കുമ്പം അബ്ദുറൌഫ് നദ്വിയെയും ആ ദിവസത്തേക്ക് അവർ വിളിച്ചു. പക്ഷെ നദ്വി ഉള്ളത് കൊണ്ട് എൻ്റെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള, സ്റ്റുഡൻറ്റ് കൂടിയായിട്ടുള്ള സഹോദരൻ അവിടെ പരിപാടി പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല. എന്തിനാണത്? എന്താണ് ഈ ഒരു അകലം? ഇപ്പോൾ വളാഞ്ചേരിയിൽ പരിപാടി നടത്താൻ വേണ്ടി, അതായത് എല്ലാവരും ഐക്യത്തിലും ഇണക്കത്തിലും പോകണമെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ചില സഹോദരന്മാർ അവർ പരിപാടി നടത്താൻ വേണ്ടി പറഞ്ഞപ്പോഴും ഇവരെ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും കൂടി അതിലേക്ക് ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് പരമാവധി എല്ലാവരും ഒരു ഐക്യത്തിൽ പോകുന്നൊരു സാഹചര്യം പ്രാദേശികമായിട്ടെങ്കിലും ഉണ്ടാകുമല്ലോ. നമ്മളവിടെ ഒന്നും അവരോട് പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല, ഒരുമിച്ച് പോകാം. പക്ഷേ അവർ തയ്യാറാകുന്നുണ്ടോ ഇല്ല, എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ തൗഫീഖിന്റെ നാവിലൂടെ വിസർജിക്കപ്പെട്ട ഈ വിഷം
അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു എന്ന് ഞങ്ങൾ ന്യായമായും സംശയിച്ചാൽ ഞങ്ങളെ തെറ്റു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളത് വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, മസലകളിൽ ചില ഖിലാഫുകൾ ഉണ്ട് എന്നതിനപ്പുറത്ത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അഖീദ മനജിലൊന്നും നിങ്ങൾക്ക് വ്യതിയാനമുണ്ട് എന്ന മുഹ്സിന്റെ ആ നിലപാടൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതുവരെ പരസ്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ രഹസ്യമായും പ്രവർത്തനങ്ങളിലൂടെയും ഗൂഢമായ സംഭാഷണങ്ങളിലുമൊക്കെ അതുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന തനിച്ച ഫിത്തന ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ദാഴിമാരുടെ ശ്രദ്ധയിലുണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ആരാണ്, എവിടെയാണ്, എന്താണ് എന്നൊക്കെ ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞുതരാം, കാണിച്ചു തരാം. മനസ്സിലായില്ലേ? എത്രത്തോളം ഇവരത് ഉണ്ട് എന്ന് അംഗീകരിക്കാൻ അവർക്ക് കഴിയാത്തത്. ഒന്നുകിൽ നിങ്ങൾ വ്യതിയാനം ഉണ്ട്, അത് ഇന്നതാണ് എന്ന് പറ. കാരണം ഇന്നതാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം നിയാഫ് ബിൻ ഖാലിദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന കണ്ണൂരിലെ ഹാഷിം സാഹിബ് ആകട്ടെ, അതുപോലെ അഞ്ചരക്കണ്ടിലെ നാസർ ആകട്ടെ, അവരുമായി സംസാരിക്കുന്ന സമയത്ത് വ്യക്തമായി എന്താണ് അബ്ദുറൌഫ് നദവിക്ക് അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് പ്രശ്നമുള്ളത് എന്ന് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പറയാൻ കൂട്ടാക്കുന്നില്ല. ആ മീറ്റിംഗിൽ ഏറ്റവും വലിയ ഫിത്തനയുണ്ടാക്കി, ആ മീറ്റിങ്ങിനെ കുട്ടിച്ചോറാക്കി, ആ മസ്ലഹത്തിനെ മഫ്സദത്താക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന നിയാഫ് വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അത് പറയണം. അതിനിടയിലാണ് നിയാഫ് പലരോടും അവിടെ വെച്ച് പ്രസ്താവിച്ചത്, ഒരുപാട് സാക്ഷികളുള്ള വിഷയമാണെന്ത്, ഇവരുമായി ഞങ്ങൾ മുശാവറ കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ മുനാവറ സംവാദങ്ങളും കഴിഞ്ഞിട്ടുണ്ട്, ഇനി മുബാഹലയുടെ വിഷയമാണ് എന്ന് പറയുകയും പിന്നീട് ശാപപ്രാർത്ഥന നടത്തുന്ന അവസ്ഥയിലേക്ക് നിയാഫ് അധപ്പതിക്കുകയും ചെയ്തു. ഒരു ദാഴിക്ക്, ഒരു സലഫി ദാഴിക്ക് ഒരിക്കലും ഉചിതമല്ലാത്ത തരം താണ ഒരു പ്രവർത്തനത്തിലേക്ക് നിയാഫ് എത്തിയത് നമ്മൾ കണ്ടു. നമുക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണ്. നിയാഫ് പറഞ്ഞു, യഥാർത്ഥത്തിൽ നമ്മളുമായി മുശാവറ നടന്നിട്ടുണ്ടോ? ഹാഷിം സലാഹിയും സലാഹുദ്ദീൻ നദീരിയും പ്രത്യേകം ഇത് പറയാൻ ബാധ്യസ്ഥരാണ്. നമുക്കിടയിൽ ഒരു മുശാവറ നടന്നിട്ടുണ്ടോ? ഈ മുശാവറ നടക്കണം എന്ന് നമ്മൾ പറഞ്ഞതിനെയാണ് കുതർക്കങ്ങൾ നടത്തണം എന്ന് സാജിദ് കോട്ടിമാട്ടി ഇപ്പം അടുത്ത ദിവസം പറഞ്ഞത്. കുതർക്കങ്ങൾ നടത്താനാണ് ഇവർ പറയുന്നത്, കൂടിയിരുന്ന് കുതർക്കങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത് എന്ന് വ്യംഗ്യമായി പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ മുശാവറ നടക്കണം, ഈ വിഷയത്തിൽ ഒരു മുശാവറ നടക്കണം. മുശാവറ നടന്നു എന്ന് നിയാഫ് പറഞ്ഞത് കളവ്. പിന്നെ മുനാലറ നടന്നു. മുനാലറക്ക് നിങ്ങളിവിടെ തയ്യാറായി, നിങ്ങൾ ഞങ്ങൾ ഉലമാക്കളെടുത്ത് മാത്രമേ ഇരിക്കുന്നതാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച, ഒരു സംവാദം, അതായത് നല്ല രീതിയിൽ, കുതർക്കമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേരിൽ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആ ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ദാഴിമാരല്ലേ, പരസ്പരം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ ഇതിനിടയിൽ മീഡിയേറ്റർമാരായിരിക്കുന്ന ആളുകൾക്ക് ഇതിൽ മനസ്സിലാകുമല്ലോ. ആ നിലക്കുള്ള ഒരു മുനാദറ നമുക്കിടയിൽ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുഹ്സിൻ ഇത് പൊട്ടിത്തെറിക്കല്ലേ, ഞാൻ ഇപ്പോൾ ഈ നസീഹത്ത് കത്ത് പുറത്തുവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തല്ലേ ചെയ്തത്. നേരത്തെ നിയാഫിനോട് സംസാരിച്ച ഇതേ സഹോദരന്മാരോട് ഷാഫി സലാഹി ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ത്, അങ്ങനെ ഇവർക്ക് അഖീദ മൻഹജിൽ വ്യതിയാനമുണ്ട് എന്ന് അയിലക്കാട് സംഗമത്തിൽ മുഹ്സിൻ ഇത് പറഞ്ഞിട്ടേയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ പറഞ്ഞ പണിയെടുക്കുമെന്നാണ് ഉസ്താദുമാരെ തള്ളി പുറത്തുപോയ ഈ ഷാഫി സലാഹി ചങ്ങലേരി പറഞ്ഞിട്ടുള്ളത്. ഷാഫി പറയട്ടെ, പറഞ്ഞ പണിയെടുക്കുന്നു. മുഹ്സിൻ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഷാഫി പറഞ്ഞാൽ ഒന്നുകിൽ ഷാഫി അത് കേട്ടിട്ടില്ല, അപ്പം ഷാഫി അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അവിടെ പങ്കെടുത്ത ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ. മാത്രമല്ല ഷാഫി അവിടെ പ്രത്യേകം റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിച്ചു. ഓരോരുത്തർ സംസാരിക്കും അവരെ മുന്നിൽ ഇങ്ങനെ റെക്കോർഡർ വെച്ചിട്ടുള്ള ആ റെക്കോർഡ് ചെയ്യുന്ന ടെലിഫോൺ വെച്ചിട്ടുള്ള ടേബിൾ ഇങ്ങനെ അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി, ഗ്യാസോ ടേബിളോ എന്തായിരുന്നു അത് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി, അത്ര താല്പര്യത്തോടു കൂടി തുടക്കം മുതൽ ഇത് ശ്രദ്ധിച്ചു പോകുന്ന ഷാഫി സലാഹിക്ക് മുഹ്സിൻ ഇത് ഇന്ന ആളുകൾക്ക്, നദ്വിക്ക് മാത്രമല്ല വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അഖീദ മൻഹജിൽ വ്യതിയാനമുണ്ടോ പിഴവുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു സംഘം ആൾ, റഷീദ് ചളവറ മുതൽ ഇങ്ങോട്ട് ബഷീർ സലഫി അടക്കമുള്ള അബൂബക്കർ മൗലവി, ഹമീദ് സുലമി, ഞാനടക്കമുള്ള ആളുകൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പോലെ വളച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇവർക്കൊക്കെ ഈ വ്യതിയാനമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഷാഫി സലാഹി പറയാ മുഹ്സിൻ ഇത് അങ്ങനെ പറഞ്ഞിട്ടേ അല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുത്തോളാം എന്ന് കണ്ണൂരിലുള്ള ഈ നിയാഫിനോട് സംസാരിച്ച അതേ സഹോദരന്മാരുടെ ഹാഷിം സാഹിബിനോടും നാസർ അഞ്ചരക്കണ്ടിയോട് ഹാഷിം സാഹിബിനോട് ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒന്ന് ചോദിച്ചു നോക്ക്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പം നിയാഫ് മുഷാവറയും കഴിഞ്ഞു, മുനാലറയും കഴിഞ്ഞു, മുബാഹലയും കഴിഞ്ഞു എന്ന കളവ് പ്രചരിപ്പിക്കുന്നതായിട്ട് കേട്ടപ്പോൾ ഹാഷിം സാഹിബ് നാസർ അഞ്ചരക്കണ്ടിയും വിട്ടില്ല. അവർ നിയാഫിന്റെ പിന്നാലെ കൂടി അത് പറഞ്ഞാൽ പറ്റും. ഒരു ബാധ്യത ഉണ്ട്.
ഇവരോട് ഇനി ചർച്ചല്ല നിങ്ങൾ പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. പക്ഷെ എന്താണ് അവരുടെ ന്യൂനത എന്ന് വ്യക്തമാണ്. ഞങ്ങളുടെ ദായിമാരാണ്, ഞങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ന്യൂനത എന്നത് വ്യക്തമാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പുകമറയുമായിട്ട് ഇപ്പൊ തൗഫീഖ് ചെയ്തതും പുകമറയാണ്, നിയാഫിന്റെതും പുകമറയാണ്, സാജിദിന്റെതും പുകമറയാണ്, നിയാഫിന്റെതും പുകമറയാണ്. ഈ പുകമറ നിങ്ങൾ ഒഴിവാക്കണം, എന്നിട്ട് വ്യക്തമായിട്ട് അത് പറയണം. അവസാനം നിയാഫ് അവരോട് പറഞ്ഞു, എന്ത്? മദീനയിൽ പോകുന്നതിന് മുമ്പ്, മദീനയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാനതെന്ത് ചെയ്യും, മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനത് നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കോർഡായിട്ട് എഴുതി തരും, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരാം. നിയാഫ് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി അഥവാ എനിക്ക് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്ന് എഴുതി തരാൻ കഴിയില്ലെങ്കിൽ മദീനയിൽ എത്തിയതിന് ശേഷം ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാൻ ഇന്നത്തെ ദിവസവും ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നിയാഫ് എപ്പോഴെങ്കിലും ഇന്നതൊക്കെയാണ് ഇവരുടെ അഖീദയിലെ പ്രശ്നം, മൻഹജിലെ പ്രശ്നം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ വോയിസ് ഇടുന്നത്. ഇന്ന് വരെ 3-3.5 വർഷമായി ഇതുവരെ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിനാ പുകമറ എന്ന് പറയാം, ഇതിനാണ് ഫിത്തന എന്ന് പറയാം. ഇത് അഹ്ലുസുന്നയിൽപ്പെട്ടവരുടെ നടപടിയല്ല, ഇത് സലഫികളുടെ രീതിയല്ല, ഇത് ഖവാരിജുകളുടെയും പിഴച്ചവരുടെയും യഥാർത്ഥ വ്യതിയാനക്കാരുടെയും സ്വഭാവമാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് സമൂഹത്തിൽ ആശയക്കുഴപ്പം വിതക്കി. ഇത് ഫിത്തനയാണ്. തനിച്ച ഫത്താനുകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതിലൊരു പുതിയ മെമ്പറായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട തൗഫീഖ് കൂടി എത്തിച്ചേർന്നു എന്നുള്ളതിലൊരു സങ്കടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആരും എത്തിച്ചേർന്നാലും ഞങ്ങൾക്ക് ആ സങ്കടം, ഞങ്ങളത് റബ്ബിൻ്റെ അടുത്തേക്ക്, അങ്ങനത്തെ വിഷയങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരോപണങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ പ്രാമാണികമായി തന്നെ ചർച്ചയ്ക്കെടുക്കുന്നതായിരിക്കും. അങ്ങനെ ആ വ്യക്തമായി വിഷയങ്ങൾ ഇന്നതൊക്കെയാണ്, കാരണം ഒരുമിച്ചിരിക്കാൻ അവർ തയ്യാറല്ലല്ലോ. എന്നാൽ സുഹൃത്തുക്കളായ ആളോടെങ്കിലും നിയാഫ് പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ അവരൊരു വാക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എങ്കിൽ ആ പ്രശ്നങ്ങൾ ഉലമാക്കളുടെ മുന്നിൽ തന്നെ ഇവരെ ഇരുത്തുന്ന നദവിയെയും ബഷീർ സലഫിയെയും ഒക്കെ ഉലമാക്കളുടെ അരികിൽ തന്നെ ഇരുത്താൻ ആ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് അവരങ്ങോട്ടും വാക്കുകൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എഴുതി തരാമെന്ന് നിയാഫും പറഞ്ഞു. സാധിച്ചില്ല. ഇവിടെ വ്യതിയാനം ആരോപിക്കുന്നു, ഇവരുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നു, ഇവർ സലഫിയത്തിന് പുറത്താണ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഈ ദമ്മാജികളുടെ പ്രവർത്തനം തുടരുക എന്നല്ലാതെ വ്യക്തമായി ഇന്ന വിഷയങ്ങൾ എന്താണ് മാസപ്പിറവിയിലെ മസലയിൽ വന്ന അഭിപ്രായ വ്യത്യാസം ഈ ഒരു വ്യതിയാനത്തിന്റെ വിഷയമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? ഒരു വിഷയം പറയാൻ അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ് പറയുന്നത്, ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. എന്തിന്? നിങ്ങൾ വ്യക്തമായി ആ വിഷയങ്ങൾ ഒരു മുഷാവറ, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് നിങ്ങൾ ആ പ്രശ്നങ്ങൾ പറയൂ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ആയിമാർ തന്നെ ആയിരുന്നില്ലേ? നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങൾ കാണിച്ച അപക്വതകളൊക്കെ ഞങ്ങൾ വിട്ടുതരാം. നിങ്ങൾ ആ പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞു, ആത്മാർത്ഥമായി ഞങ്ങളുടെ പോരായ്മകൾ നിങ്ങൾ കാണിക്കൂ. അത് പ്രാമാണികമായി അത് ഇന്ന വിഷയങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒന്നുകിൽ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ തെറ്റിദ്ധാരണയല്ലേ എന്ന് തെളിവുകൾ വെച്ച് തന്നെ ഞങ്ങൾ ചോദിക്കും. അതുമല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഉലമാക്കളുടെ മുന്നിലേക്ക് വെക്കാമെന്ന് സമ്മതിക്കുകയും നമ്മൾ ഒരുമിച്ച് ഉലമാക്കളുടെ അരികിൽ നമുക്ക് ഇരുകൂട്ടർക്കും സ്വീകാര്യരായ, നിങ്ങളുടെ നിയാഫിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഇരുകൂട്ടർക്കും സ്വീകാര്യരായ സലഫി ഉലമാക്കളുടെ അരികിൽ ചെന്നിരുന്ന് ഈ പ്രശ്നം മുന്നിൽ വെച്ച് ചർച്ച ചെയ്യാൻ ഒരുക്കമാണ്. ഞങ്ങൾ അയലക്കാട് സംഗമത്തിലും പറഞ്ഞത് അങ്ങനെയാണ്, പിന്നീടും പറഞ്ഞത് അങ്ങനെയാണ്. ഇതുവരെയും ആ നിലപാടാണ്, ഇപ്പോഴും ആ നിലപാടാണ്. യഥാർത്ഥത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉലമാക്കളിലേക്ക് മടങ്ങിക്കൊണ്ട്, പൂർവികരായ ഉലമാക്കളിലേക്ക് പ്രത്യേകിച്ചും മടങ്ങിക്കൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഞങ്ങൾക്കു തന്നെയുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അത് ഹക്കിനോടുള്ള ഒരു കൂറിന്റെ ഭാഗമാണ്. വേറെ അജണ്ടകളൊന്നും ഞങ്ങൾക്കില്ല. അത് ഞാൻ വ്യക്തമായി ഈ സന്ദർഭത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്.